So Amina ma'am, Rukia ma'am and Anagha ma'am, welcome to Madhimam Edu Cafe. മാധ്യമം എല്ലായ്പ്പോഴും എഡ്യൂ കഫേ തുടങ്ങുന്ന സമയത്ത് എപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ്സ് അല്ലെങ്കിൽ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിട്ട് ഒരുപാട് സെഷൻസ് കൊണ്ടുവരാറുണ്ട്. അതിലൊന്നാണ് ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ സെഷൻ. ഇന്നത്തെ കാലത്ത് വളരെ റിലവൻ്റ് ആയിട്ട് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സമയത്തിൽ സംസാരിക്കാൻ പോകുന്നത്. എന്തായാലും ആസ് നമ്മുടെ ടോപ്പിക് അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻസ് ആയതുകൊണ്ട് തന്നെ ഇമോഷൻസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഈ ഇമോഷൻസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയാണ്? എസ്പെഷ്യലി നമ്മളുടെ ഇവിടെ ഇരിക്കുന്ന കുട്ടികളിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 സയൻസ് എടുക്കണോ കൊമേഴ്സ് എടുക്കണോ, ഇനി അതല്ല +2 കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അവർക്ക് ഏത് MBBS പോണോ അല്ലെങ്കിൽ സയൻസിലെ മറ്റ് BSc, അങ്ങനെ ഒരുപാട് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു സമയമായിരിക്കുമല്ലോ. ഈ ഇമോഷൻസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഡിസിഷൻ മേക്കിങ്ങിൽ? നമ്മൾ സാധാരണ പറയുക ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ്, ഇമോഷണൽ കോഷ്യൻ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ പേഷ്യൻസിനൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, ഇമോഷണൽ കോഷ്യൻ്റെ മേലേക്ക് പോയാൽ ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ് താഴേക്ക് വരുന്ന പോലെയാണെന്ന്. അതേപോലെ നേരെ തിരിച്ച്. അപ്പോൾ ഇമോഷണലായി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റ് പ്രോബ്ലം സൊല്യൂഷൻ ആവില്ല എന്നാണ്. അപ്പോൾ ഇപ്പോൾ ഒരു കോടതി പോയാലും നമ്മൾ കണ്ടില്ലേ തുലാസിൽ കണ്ണ് കെട്ടിയിട്ടുള്ള പ്രതിമയുടെ എന്താ മീൻ ചെയ്യുന്നത് വെച്ചാൽ, കൂട്ടിൽ നിൽക്കുന്ന പ്രതി ഇപ്പം നമ്മുടെ മോനാണ് അല്ലെങ്കിൽ അനിയനാണ് ആരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടിട്ട് അയ്യോ പാവം എൻ്റെ കസിനാണല്ലോ ആ നിൽക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജഡ്ജായിരിക്കണ നമ്മുടെ ജഡ്ജ്മെൻറ്റ് പൂറായിരിക്കും എന്നാണ്. നമുക്കത് പ്രോപ്പർലി ജഡ്ജ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിനെക്കൊണ്ടാണ് ആ കണ്ണ് കെട്ടുന്നത്. അതായത് നമ്മൾ ഇമോഷൻ ബ്ലണ്ട് ആക്കിയിട്ട് വേണം ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള കുട്ടികളിൽ തന്നെ കൗൺസിലിംഗ് സെഷൻസ് നമ്മളിപ്പോൾ കുറേ പേർക്ക് കൊടുത്തു. അവരിലൊക്കെ തന്നെ എല്ലാവരും പറയുന്നത് നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ ഇപ്പോൾ ഇവിടെ തന്നെ എത്രയോ സ്റ്റാളുകളിൽ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആവാം ചിലപ്പം. ഇതും നല്ലതാണല്ലോ അതും നല്ലതാണല്ലോ എല്ലാം കൂടെ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് അഡോളസെൻസ് എന്ന് പറയുന്ന ഒരു പീരീഡിൽ നമുക്കെല്ലാം ചെയ്യാൻ തോന്നുന്ന ഒരു എക്സ്പ്ലോറേഷൻ പീരീഡാണ്. അപ്പം ആ സമയത്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പം ആ സമയത്ത് ഇൻഫ്ലുവൻസും കൂടെ ആവുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പേഴ്സണാലിറ്റി ബേസ് ചെയ്തിട്ട് നീ ഡോക്ടറായാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും, മറ്റേ സിനിമയിൽ കണ്ടില്ലേ അതേപോലെ അങ്ങനെയൊക്കെ ആകുമ്പം ഓൾറെഡി കുട്ടിക്ക് വേറെ ഏതെങ്കിലും കോഴ്സ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടി അങ്ങനത്തെ എന്തെങ്കിലും 2-3 ഇവൻറ്റുകൾ, അതായത് കുട്ടി ഇപ്പം ഒരു കസിൻ പറഞ്ഞു, അതേപോലെ ഒരു ഫ്രണ്ടും പറഞ്ഞു, അതേപോലെ ഒരു ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞു എന്നൊക്കെ പറയുമ്പം കുറച്ച് ഇമോഷണലി ഇയാളെ ഇൻഫ്ലുവൻസ്ഡ് ആവാനുള്ള സാധ്യത അവിടെയുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാതെ പ്രോബ്ലം അല്ലെങ്കിൽ നമ്മൾ പറയാ പ്രോബ്ലം ഫോക്കസ്ഡ് പ്രോബ്ലം സോൾവിംഗ് എന്നും പറയും, ഇമോഷൻ ഫോക്കസ്ഡ് പ്രോബ്ലം സോൾവിംഗ് എന്നും പറയും. ഇമോഷനെ മാറ്റി വെച്ചുകൊണ്ട് പ്രോബ്ലം ഫോക്കസ് ചെയ്ത്, അതായത് ഇപ്പം ഞാനൊരു പോയിന്റിലാണ്, ഇതിൻ്റെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ആണ്. ഇവിടെ ഞാൻ ആരുടെയും ഇൻഫ്ലുവൻസോട് കൂടിയല്ലല്ലോ, അതായത് സ്വന്തം പേരൻസിൻ്റെ പോലും ഇൻഫ്ലുവൻസോട് കൂടിയല്ലല്ലോ. എന്താ വെച്ചാൽ ഈ കുട്ടി പഠിച്ചു വന്നു കഴിഞ്ഞാൽ അവൻ തന്നെ അല്ലേ അല്ലെങ്കിൽ അവൾ തന്നെ അല്ലേ അവിടെ നിന്ന് പഠിക്കേണ്ടത്, പോരാടി. അല്ലെങ്കിൽ ഇപ്പം ഒരു സ്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠനം MBBS ഒക്കെ കിട്ടിക്കഴിഞ്ഞ് 3rd ഇയറും 4th ഇയറും ഒക്കെ ഡ്രോപ്പായ ഒരുപാട് ക്ലയൻസുകൾ നമ്മളെ ക്ലിനിക്കിലൊക്കെ വരാറുണ്ട്. അപ്പം ചില ആൾക്കാരുടെ വിചാരം എൻട്രൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആയി ഒക്കെ കിട്ടി. എൻട്രൻസ് അങ്ങനെ കഷ്ടപ്പെട്ട് കിട്ടി കഴിഞ്ഞതിൻ്റെ ശേഷവും 1st ഇയറിനും 2nd ഇയറിനും ഒക്കെ ഡ്രോപ്പായ എത്രയും പേരുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്ക് അവിടെ പിടിച്ച് നിൽക്കാനുള്ളൊരു സ്കില്ല് അവിടെ അതിൻ്റെ കൂടെ ട്രെയിനിങ്ങിന് കൊടുത്തിട്ടില്ല. അപ്പം നാളെ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാലും അവർ പണിയെടുക്കുന്ന സ്ഥലത്ത് പിടിച്ചു നിൽക്കാൻ, ടീം വർക്ക് ചെയ്യാൻ, എന്തെങ്കിലും ഇമോഷണൽ ട്രോമാസ് ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്ത് വരാനൊക്കെയുള്ള ഒരു സ്കില്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇമോഷണൽ ടോളറൻസ് അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി നമ്മൾ ആദ്യത്തിലെ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പം ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ റെലവൻസ് എന്ന് പറയുന്നത്, ഇന്ന് രാവിലെ മുതൽ നമ്മൾ കുറേ ഇൻട്രാക്ഷൻസ് ചെയ്തു. അതിൽ 95% ഉണ്ടായിരുന്നത് ഈ ഒരു കാര്യമാണ്. എന്താ ഈ ഇമോഷൻ അത്രത്തോളം അവിടെ ഇൻഫ്ലുവൻസ്ഡ് ആണ്. ഒന്ന് ഈ പറയുന്നത് പോലെ കുറേ ആളുകളുടെ പ്രതീക്ഷൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഒന്ന് വരുന്നത് എന്നെക്കൊണ്ട് ഇത് മുഴുവനായിട്ട് ചെയ്യാൻ പറ്റുമോ, ഇത്രയും ഓപ്ഷൻസ് കാണുന്നു, കൺഫ്യൂഷൻസ് ആവുന്നു, എൻ്റെ തീരുമാനത്തിന് പുറത്ത് ഞാനൊരു ഡിസിഷൻ കരിയർ ചൂസ് ചെയ്യുന്നു, ഇതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, ഡ്രോപ്പ് ചെയ്താൽ എന്ത് ചെയ്യും, ഇനി പാരൻറ്റ് പറയുന്നത് കേൾക്കാതെ അവരുടെ പണം ഉപയോഗിച്ചല്ലേ ഞാൻ പഠിക്കുന്നത്, ഇതെന്നെ ഏത് രീതി, ഈ കൺഫ്യൂഷൻ്റെ പുറത്ത് അത്രയും എങ്ങോട്ട് പോകണം എന്നറിയാതെ സ്റ്റക്കാണ് ഒരുപാട്. ഇപ്പം ഏകദേശം ഒരു 20 ഇൻട്രാക്ഷൻസ് എങ്ങാനും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മളിപ്പോൾ കണ്ടു. ഈ കണ്ടതിലൊക്കെ വന്നിട്ടുള്ളത് എന്ത് ചെയ്യണം എന്നറിയില്ല,
അപ്പം അവർക്ക് അറിയാത്തത് കൊണ്ടല്ല, അവർക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ട് എന്താ ചെയ്യണം എന്ന്. ആ ധാരണയ്ക്ക് അനുസരിച്ചിട്ട് ഡിസിഷൻസ് എടുക്കാനുള്ള ഭയം പിന്നോട്ട് വലിക്കുകയാണ്. അതാണ്. ഇങ്ങനെ വരുമ്പോൾ ഇതിലുള്ള വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പേരൻസ് വിചാരിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ കുട്ടീനെ എഞ്ചിനീയർ ആക്കണമെന്നോ അല്ലെങ്കിൽ ഡോക്ടർ ആക്കണം, പക്ഷേ കുട്ടിക്ക് വേറെ ഇഷ്ടമായിരിക്കും. ഒരു പക്ഷേ പിയർ പ്രഷർ കാരണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, ചിലപ്പോൾ സിനിമ വരെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാം. ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടാവുമല്ലോ. അതായത് പേരൻസിന് ഒരു തീരുമാനമാണ്, കുട്ടിക്ക് ഒരു തീരുമാനമാണ്. അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് സോർട്ട് ഔട്ട് ചെയ്ത് കൊടുക്കുക? പ്രഷർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഈ കുട്ടികൾക്ക് ഈ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 ഒക്കെ ആകുമ്പോൾ വരുന്ന ഒരു പ്രഷർ എന്ന് പറയുന്ന സാധനം. ഇപ്പം നമ്മൾ പറയാറില്ലേ, ഒരു കല്യാണത്തിന് ഒരു 10ാം ക്ലാസ് കുട്ടീനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇട്ട് എല്ലാവരും അതിൻ്റെ ഇറച്ചി തിന്നും നമ്മൾ പറയും. എന്താ വെച്ചാൽ, എന്താ നീ വന്നിട്ടുള്ളത്, എനിക്ക് പഠിക്കാനൊന്നുമില്ലേ, പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മാർക്കിൽ കാണണട്ടോ. ആ കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ അവരെല്ലാവരും പറയും ഇതൊക്കെ മാർക്കിൽ കാണണട്ടോ എന്ന് പറയാം. എന്ന് വെച്ചാൽ ആ കുട്ടീനെ അത്രയും പ്രഷറിൽ അങ്ങനെ കൊണ്ടുപോയി നിർത്തുക എന്നുള്ള. അപ്പം നമ്മൾ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇപ്പോൾ ടീച്ചേഴ്സ് ആയാലും ശരി, പാരൻസ് ആയാലും ശരി, ചില ആൾക്കാർ അത് സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുക. അത് ചിലപ്പം കുട്ടികൾക്ക് പ്രഷറായിരിക്കും. ചിലപ്പം കുട്ടീനെ മോട്ടിവേറ്റ് ചെയ്യുകയാണെന്നാണ് ഇവർ പറയുക. എന്തിനാ കുട്ടീനോട് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ആയിക്കോട്ടെ ഇതൊക്കെ മാർക്കിൽ കാണണമെന്ന് പറയുമ്പോൾ ഇവർ വിചാരിക്കുന്നത് ഇത് മോട്ടിവേഷൻ ആണ് എന്നാണ്. കുട്ടിക്ക് ചിലപ്പോൾ അത് ഡീമോട്ടിവേറ്റ് ആവുകയായിരിക്കും ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ ചില സാധനങ്ങൾ, നീ ഡോക്ടറായ നന്നായിരിക്കും, നിനക്ക് പറ്റിയ പണി, അല്ലെങ്കിൽ കുട്ടി ഏതെങ്കിലും ഹോസ്പിറ്റലിൻ്റെ അതിൽ കൂടെ പോയാൽ, അല്ലെങ്കിൽ 2 MBBS ഫ്രണ്ട്സിൻ്റെ കൂടെ പോയാൽ, അല്ലെങ്കിൽ ഈ പാരൻസ് കുറച്ചും കൂടെ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ആയിട്ട് ചില ഡോക്ടർ, എഞ്ചിനീയർ എന്നൊക്കെ പറയുന്ന പോലെ ചില മേഖലകൾ നിനക്ക് ഇതായിരിക്കും നല്ലത് എന്ന് പാരൻസ് പറയും. അപ്പോൾ റുക്യ മാം പറഞ്ഞ പോലെ പൈസ നമ്മളുടേതല്ല, പാരൻസിൻ്റെയാണ്. അപ്പോൾ ഓരോ പൈസക്ക് ഓര് പറയുന്ന പഠിക്കുക എന്നൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റ് ഇന്നും ഉണ്ട് കേട്ടോ. അത് കുട്ടികൾ നമ്മളടുത്ത് എത്ര റിബലായിട്ട് എന്തൊക്കെ പറയുന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ അവർ സമ്മതിക്കുമോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കൂലേ എന്തായാലും. അതിപ്പോൾ സമ്മതിക്കാവോ, ഉമ്മ സമ്മതിക്കാവോ? ഇപ്പം സംസാരിച്ചപ്പോൾ പാരൻറ്റ് എന്നോട് പറഞ്ഞു, മോൾക്ക് ഒരു ഐഡിയ ഇല്ല, അല്ലെങ്കിൽ മോൾക്കൊരു ഐഡിയ ഇല്ല എന്ത് എടുക്കണം എന്നുള്ളത്. അപ്പം ഒന്നും പറയുന്നില്ല, മാഡം ഒന്ന് ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പം സംസാരിച്ചപ്പം ആൾക്ക് മ്യൂസിക്കാണ് താല്പര്യം, പക്ഷേ ഈ മ്യൂസിക്കിൻ്റെ താല്പര്യവും പാരൻറ്റിനോട് പറയാൻ ധൈര്യമില്ല. അതുകൊണ്ട് ആള് ഒന്നും പറയാതെ ഇങ്ങനെ എനിക്കും എന്താ പാരന്റിന്റെ വിചാരം ഞാനായിരിക്കും ആ കുട്ടിയുടെ ഏറ്റവും വലിയ ഫ്രണ്ട് ആയിരിക്കും എന്തായിരിക്കും, എല്ലാം അറിയുന്ന ഫ്രണ്ട്. അതെ. അപ്പൊ ഈ അടുത്തൊരു കുട്ടി വന്നു. അപ്പൊ പാരന്റ്സിന്റെ അടുത്ത് ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ പാരന്റ്സ് പറഞ്ഞ എന്താ വെച്ചാൽ, അവളുടെ ഏറ്റവും വലിയ കമ്പനിയായ, അത്രയും ക്ലോസ് ആണ് ഞങ്ങൾ രണ്ടുപേരും, ഫാദറിന്റെ അടുത്താണ് എല്ലാ കാര്യങ്ങളും പറയുക, എന്തുണ്ടെങ്കിലും അവള് പറയും. അപ്പൊ ഞാൻ വെച്ചോ നല്ല പാരന്റ്സ്, എല്ലാ കാര്യങ്ങളും കുട്ടിക്ക് പറയാനൊക്കെ ഉള്ള ഒരു സാധനം. അത് കഴിഞ്ഞ് പാരൻസിനെ രണ്ടുപേരെയും പുറത്തിരുത്തിയിട്ട് പിന്നെ കുട്ടീനെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ക്യാബിനിൽ ചോദിച്ചു, ഫാദർ ഭയങ്കര കൂട്ടാണെന്നൊക്കെ പറഞ്ഞ്. കൂട്ടൊക്കെയാണ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. അയ്യോ എല്ലാ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ അതിനോടൊന്നും പറയാൻ പറ്റില്ല, ഇങ്ങനെ തന്നെയാണ് കുട്ടി പറഞ്ഞു. അപ്പം ഞാൻ ആലോചിക്കുക, ഈ പാരൻസ് അപ്പം എന്താ വിചാരിച്ചു വെക്കുന്നത്? അധികം ആൾക്കാർക്കും എനിക്ക് തോന്നുന്നു ഒരു 80% ഞാൻ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കിൽ വന്നിട്ടുള്ള പാരൻസിൻ്റെ വിചാരം അവർ അത്രയും ഭയങ്കരമായ ഫ്രണ്ട്ഷിപ്പ് പുലർത്തിക്കൊണ്ട് നടക്കുന്ന പാരൻസ് ആണെന്ന്. പക്ഷെ കുട്ടികൾ ഇതൊന്നും പറയുന്നില്ല. അവർ അഭിനയിക്കായിരിക്കും ചിലപ്പോൾ, എല്ലാം പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും അങ്ങനെ പറയാനായിട്ട് പറ്റില്ല. ഇപ്പൊ ചോദിച്ചപ്പോഴൊക്കെ ഇനി എന്താ താല്പര്യം, ഇങ്ങനെയാണോ ഡിസിഷൻ, ഇത് കഴിഞ്ഞിട്ട് എന്താ, ഇതാണോ ഇഷ്ടം എന്ന് വെച്ചപ്പോൾ ഉമ്മനോട് ചോദിക്കണം എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചോദിക്കുമ്പോഴും എന്നോട് പറഞ്ഞത് അത് ഉമ്മനോട് ചോദിക്കട്ടെ എന്നാണ് പറയുന്നത്. സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു അവർക്ക് ഐഡിയ ഇല്ലാത്തത് കൊണ്ടെല്ലാം തോന്നുന്നു. പക്ഷെ അത് ഒരു റിയഷുറൻസ് കിട്ടാതെ പറയാനായിട്ടുള്ള ധൈര്യമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ മാഡം പറഞ്ഞു, ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി കല്യാണത്തിന് വന്നു. ആക്ച്വലി അവർക്കതൊരു റിലാക്സേഷൻ ടൈം ആയിരിക്കും ആ പഠിത്തത്തിൻ്റെ ഇടയിൽ. ഒരു നമ്മൾ സ്ഥിരമായിട്ട് പല സെഷൻസിലൂടെയും കേട്ട് വന്നിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഇത്ര നേരം പഠിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒരു ബ്രേക്ക് അല്ലെങ്കിൽ ഒരു റെസ്റ്റ് കൊടുക്കുന്നത് വളരെ നല്ലതാണെന്ന്. കറക്റ്റാണോ അത്? അതായത് എത്ര നേരം പഠിച്ചു കഴിഞ്ഞിട്ട് ഇത്ര ഡ്യൂറേഷൻ നമ്മൾ ബ്രേക്ക് എടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഓരോ ഇത്ര നേരം പഠിച്ചു കഴിഞ്ഞിട്ട് ആ ബ്രേക്ക് എടുക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, ആവശ്യകത എന്താണ്? നമ്മൾ 40 മിനിറ്റ്സ് ആണ് ഒരു അറ്റൻഷൻ സ്പാനിൻ്റെ ഒരു മാക്സിമം ടൈം പറയണത്. അതിനെക്കൊണ്ടാണ് സ്കൂളിലൊക്കെ നമ്മൾ പീരീഡ് 40 മിനിറ്റ്സ് അല്ലെങ്കിൽ 45 മിനിറ്റ്സിൽ ഒരു പീരീഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടി എന്തായാലും ഡിസ്ട്രാക്റ്റഡ് ആവും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ബോഡിലി അത് ഡിസ്ട്രാക്റ്റ് ആവണതിനെക്കാട്ടിലും മുന്നേ നമ്മൾ തന്നെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ ആവാനുള്ള എന്തെങ്കിലും ടാസ്കുകൾ, ഇപ്പോൾ 1 മിനിറ്റ് നേരം പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ റൂമിലുള്ള തന്നെ എന്തെങ്കിലും ഒബ്ജക്ട്സിൻ്റെ ഒരു 10-15 ഒബ്ജക്ട്സിൻ്റെ പേര്, ഫാന്, ലൈറ്റ്, പേപ്പർ, ഇങ്ങനെ പറയുക. അങ്ങനെ ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ടാസ്കിൽ
നമ്മൾ ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ ഈ പാരൻസ് നമ്മൾ ഈ കുട്ടികൾ എന്തെങ്കിലും പോകുന്ന വഴിക്ക്, ഇപ്പോൾ വെള്ളം എടുക്കാൻ പോകുന്ന വഴിക്ക് ഒരു 5 മിനിറ്റ് TV കണ്ട് അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ പോയി പഠിക്ക് അല്ലേ, അത്രയും സമയം പോലും അവിടെ നിൽക്കാനായിട്ട് സമ്മതിക്കില്ല. പക്ഷേ ശരിക്കും ബയോളജിക്കലി തിയറി ബേസ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ കുട്ടി ആ ഒരു 5 മിനിറ്റ് അവിടെ നിൽക്കുന്നതിലൂടെ അതിൻ്റെ പ്രയോറായിട്ട് കുട്ടി പഠിച്ച 40 മിനിറ്റിലെ വർക്കിംഗ് മെമ്മറിയിലെ ആ ഇൻഫർമേഷൻസ് മൊത്തം ഒരു ലോങ് ടേം മെമ്മറിയിലേക്ക് പോയി സേവ് ആവുന്ന ഒരു ടൈമാണ് ആ ഒരു 5 മിനിറ്റ്. ആ ഒരു 5 മിനിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ അത് പോയി സേവ് ആവുകയാണ് ചെയ്യുക ശരിക്കും. ഇതിൽ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് തന്നെ ഇൻഡിവിജ്വൽസിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോരുത്തർക്ക് ഓരോ പോലെയായിരിക്കും ഈ ഒരു മെമ്മറിയിൽ പോയിട്ട് സ്റ്റോർ ആവുക എന്ന് പറയുന്ന ഒരു കാര്യം. അതായത് ആ ഒരു ബ്രേക്ക് എടുക്കേണ്ട സമയത്തിലാണോ വ്യത്യാസം, അതോ ഇത്ര നേരം പഠിച്ചിട്ട്? ചില ആളുകൾക്ക് ഇത്ര സമയം മാത്രമേ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവുള്ളൂ. 40 ആയിക്കൊള്ളുന്നില്ല. അതെ, ആ ഒരു അവറിൽ തന്നെ ഇത്ര ടൈം ബേസ്ഡ് ഇത്ര ഇതിൽ തന്നെ ഒരാൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമല്ല. നമ്മൾ ആവറേജ് പറയുന്ന സമയത്ത് ഈ ഒരു ടൈം ആണെങ്കിലും ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അവിടെ ഉണ്ടാവും എന്തായാലും അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്ന കാര്യത്തിൽ. ഓക്കെ. അതേപോലെ ഇപ്പം ഈ ഒരു ബ്രേക്ക് എടുക്കുന്ന കാര്യം പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഒരു പാർട്ടിസിപ്പൻ്റ് ആണ് ആള്. ഒരു തെറാപ്പി സെഷനിൽ വന്നപ്പം എന്നോട് പറഞ്ഞത്, എനിക്ക് തെറാപ്പി സെഷൻ അറ്റൻഡ് ചെയ്യുമ്പം പോലും ടെൻഷൻ മാറുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര പേടി. അപ്പം എന്താണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സമയം വേസ്റ്റ് ആവല്ലേ ചെയ്യുന്നത്. അപ്പം അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പം നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പങ്കെടുക്കുമ്പോൾ മിനിമം ഒരു 13-14 അവേഴ്സ് എങ്കിലും പ്രിപ്പയർ ചെയ്യണം. കാരണം അത്രയും കോമ്പീറ്റ് ചെയ്യേണ്ടതാണ് നമ്മൾ അത്രയും. അപ്പം ഈ ഒരു അഡ്വൈസിൻ്റെ ബേസിൽ ബ്രേക്ക് എടുക്കുന്നത് ഒരു ഗിൽട്ട് ഫീല് അവർക്ക് ഉണ്ടാക്കും. ആ ഒരു സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലൊരു ഗിൽട്ട് ഫീൽ ഉണ്ടാക്കുന്നു. ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ എൻ്റെ അത്രയും സമയം പോയില്ലേ, ഈ സമയം പഠിക്കല്ലേ വേണ്ടത്, 1 മിനിറ്റ് പോലും പിന്നോട്ടാകാൻ പാടില്ല, അത്രയും എൻ്റെ റാങ്ക് പിന്നോട്ട് പോകും. അപ്പം ഇത് ക്വാളിറ്റി ടൈം നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടേ കാര്യമുള്ളൂ എന്നുള്ള ഒരു ഇത് വിട്ടിട്ട് നമ്മൾ എത്രത്തോളം ഇരിക്കുന്നു അത്രത്തോളം കിട്ടും എന്നുള്ള ഒരു കാര്യം അവിടെ ഒരു അതിൽ കുറേയൊക്കെ മാം പറഞ്ഞ പോലെ തന്നെ പാരൻസിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് കേട്ടോ. ലൈക്ക് ഇത്ര ടൈം വേസ്റ്റ് ചെയ്തോ, അല്ലെങ്കിൽ ഈ സമയം കൂടെ നിനക്ക് പോയിരുന്ന് പഠിച്ചുകൂടെയിരുന്നു, ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 5 മിനിറ്റ് ആയിരിക്കും അവർ ഗ്യാപ്പ് എടുക്കുന്നുണ്ടാവുക. അപ്പം അതിൽ തന്നെ ഈ ടൈം കൂടെ വെറുതെ വേസ്റ്റ് ചെയ്യാണ്ട് ആ ടൈം പോയി പഠിച്ചുകൂടെയിരുന്നോ എന്നുള്ളൊരു കമൻസ് വരുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് എവിടെയെങ്കിലും ടൈം പോകുന്ന സമയത്ത് തന്നെ ഭയങ്കര പ്രഷറായിട്ടാണ് വരിക. ടൈം വേസ്റ്റ് ആയല്ലോ, ഈ ടൈം കൂടെ എനിക്ക് യൂട്ടിലൈസ് ചെയ്യായിരുന്നല്ലോ എന്നുള്ളൊരു പോയിന്റ്. പക്ഷേ ഓവറായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഇൻഫർമേഷൻസിൻ്റെ ഓവർലോഡാണ് നമുക്ക് അവിടെ വരിക. ഈ ഓവർലോഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ പഠിച്ച ആ ഒരു കാര്യം തന്നെ നമ്മളുടെ മെമ്മറിയിൽ കയറാതെ പുറത്തേക്ക് അത് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അത്രയും നേരം നമ്മൾ ഇരുന്നത് തന്നെ വേസ്റ്റായി ആക്ച്വലി. ഓക്കെ. ക്വാണ്ടിറ്റിനെ മാത്രം ആണ് ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു 10 മിനിറ്റ് ഇരിക്കുന്നത് നല്ല ക്വാളിറ്റി ടൈം ആയിരുന്നാൽ ആ ഒരു കാര്യം മതി നമുക്ക് അവിടെ. ഈ പറഞ്ഞതുപോലെ എഫക്റ്റീവ് സ്റ്റോറി, ഇമോഷൻസിനൊക്കെ മാറ്റി വെച്ച് സമാധാനത്തിലിരുന്ന് ഗിൽട്ട് ഫീൽ ഒന്നും ഇല്ലാതിരുന്ന് നമുക്ക് അത് ഹാൻഡിൽ ചെയ്യാം. പക്ഷേ ഈ സമയത്തിൻ്റെ അളവിനെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഉള്ള സമയം ഭംഗിയായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്താൽ അത് മതി എന്നുള്ള ആ ഒരു പിന്നെ ധൈര്യം ഇപ്പം ഇല്ല. കാരണം നമുക്ക് കിട്ടുന്ന അഡ്വൈസസ് കംപ്ലീറ്റ് ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്നുള്ള ആ ഒരു ബ്രേക്കിനുള്ള ഒരു ഇമ്പോർട്ടൻസ് ഒന്നും അവിടെ ഇല്ല. അല്ല, നമ്മളിപ്പോൾ ഒരു സിമൻറ്റ് കുഴക്കുകയാണെങ്കിൽ പോലും അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു സമയം കൊടുക്കുമല്ലോ അതിന് സെറ്റാവാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇതൊക്കെ ബ്രെയിൻ ഫങ്ഷൻസ് ആണ്. അപ്പോൾ മെമ്മറിയൊക്കെ കറക്റ്റ് പോയി സേവ് ആവണമെങ്കിൽ അതിനൊരു ബ്രേക്ക് ഇടയിലെടുക്കണം. പക്ഷേ കുട്ടികൾ ഈ ബ്രേക്ക് എടുക്കുന്ന 1 മിനിറ്റ് ആയിരിക്കും കറക്റ്റ് പാരൻസ് കാണുക. പാരൻസ് നോക്കുമ്പോഴൊക്കെ കുട്ടികൾ ഈ ബ്രേക്കിലായിരിക്കും. അങ്ങനെ ഒരു വിഷയം ഉണ്ടാവും. അതേപോലെ തന്നെ ഇപ്പം 10ാം ക്ലാസ് ഒക്കെ ഏകദേശം ആകുമ്പോഴേക്കും നമുക്ക് ട്യൂഷൻ, അതിൻ്റെ പ്രഷേഴ്സ് ഉണ്ടാവും. ഇതിൻ്റെ കൂടെ തന്നെ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതായത് പാട്ട് പഠിക്കാനും ഡാൻസ് പഠിക്കാനും ഇതിനൊക്കെ പോകുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നും, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് അതൊക്കെ പതുക്കെ മതി, അല്ലെങ്കിൽ അതിനൊന്നും അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല എന്നാണ് പൊതുവേ എല്ലാവരും വിചാരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആക്ച്വലി ആ ഫ്രണ്ട്ഷിപ്പിനൊക്കെ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാലത്ത്, അല്ലെങ്കിൽ അത്തരത്തിൽ സമയം സ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഏതൊക്കെ രീതിയിൽ കുട്ടികളെ ബാധിക്കാം? ഈ ന്യൂറോ നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നൊക്കെ പറയുന്ന പഠനങ്ങൾ പറയുന്നത് നമ്മൾ എത്ര സൈക്കോളജിക്കൽ കണ്ടീഷൻസ് ആയാലും, ഇപ്പോൾ ഡിപ്രഷൻ, ആങ്സൈറ്റി, ബൈപ്പോളർ എഫക്റ്റീവ് ഡിസോർഡർ, എന്ത് കണ്ടീഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ ഈ ഡിപ്രഷൻ പോലത്തെ കാര്യത്തിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തേണ്ട ഒരു ആവശ്യം, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ദൃഢമായ പാരൻസ് ഉണ്ടെങ്കിൽ, ഫ്രണ്ട്ഷിപ്പ് പാരൻസുമായിട്ടുണ്ടെങ്കിൽ 80% അവർ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തൂല.
അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കെല്ലാം ഓപ്പണായിട്ട് പറയാനുള്ളൊരു വേദി, പറയാനുള്ള വേദി എന്ന് പറഞ്ഞാൽ ഈ പാരൻസിൻ്റെ അടുത്ത് എന്തൊക്കെ പറയാൻ പറ്റും എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഇപ്പം അഡോളസൻ പീരീഡിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സമയം. ഇപ്പം എൻ്റെ മോൻ എന്നോട് വന്ന് പറയുകയാണ്, ഉമ്മ എനിക്ക് ഇന്ന് ഒരു പയ്യൻ സിഗരറ്റ് വലിക്കാൻ തന്നു, അപ്പം ഞാൻ എന്തായിരിക്കും എൻ്റെ ഫേസ് എങ്ങനെ വെക്കും? അപ്പോൾ അതൊരു ചോദ്യമാണ്. അതായത് ഇപ്പോൾ പാരൻസ് അതിനെ ഫേസ് ഒരു ബ്ലണ്ട് എഫക്റ്റ് ആക്കി പാരൻസ് അതിന് ഒരു കുഴപ്പമില്ലാത്തൊരു സാധനം പോലെ, നമ്മളിനിപ്പോൾ എത്ര വലിയ കുഴപ്പമുള്ള സാധനം ആയാലും നമ്മൾ കുഴപ്പമില്ലാത്ത സാധനം പോലെ ഫേസ് വെക്കുക തന്നെ വേണം. എന്താന്ന് വെച്ചാൽ നമ്മളെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ അയ്യോ അങ്ങനെ എങ്ങനെ എന്നൊക്കെയുള്ള ആ ഒരു എക്സാഗ്രേറ്റഡ് ഇമോഷൻസ് നമ്മൾ ഫേസിൽ കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടിക്ക് അതേപോലുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളടുത്ത് വന്ന് പറയാനായിട്ടൊരു പേടിയായിരിക്കും. ഇപ്പോൾ കുഞ്ഞിലേ തൊട്ട് നമ്മളടുത്ത് ആരെങ്കിലും ഒരു ചോക്ലേറ്റ് തന്നാൽ പോലും നമ്മൾ പേരൻസിൻ്റെ മുഖത്തോട്ട് നോക്കും അല്ലേ, ഉമ്മേൻ്റെ അവിടുന്ന് അപ്രൂവൽ ഫേസിൽ കണ്ടാലാണ് കുട്ടികൾ അത് ഡീകോഡ് ചെയ്ത് ആ സാധനം മേടിക്കുള്ളൂ. അപ്പോൾ ചെറുതിലേ തൊട്ട് നമ്മൾ ആ ഒരു പാരൻസിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാൾക്ക് ഇപ്പം ഞാൻ അനഘ മാമിനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമിനത് പറ്റിയിട്ടുണ്ടോ പറ്റിയിട്ടില്ലേ എന്താണെന്നുള്ളത് ഞാൻ നോക്കും, മുഖത്തേക്കാണ് ഞാൻ നോക്കുക. അപ്പോൾ ഫേഷ്യൽ എക്സ്പ്രഷൻസ് പാരൻസ് വളരെ ശ്രദ്ധിക്കുക. ഇങ്ങനെ കുട്ടികൾ എന്തെങ്കിലും സാധനങ്ങൾ വന്ന് ഓപ്പണായിട്ട് പറയുമ്പോൾ നമ്മൾ കാണിക്കുന്ന റിയാക്ഷനാണ് പിന്നീട് ഒരിക്കൽ അവർ നമ്മളോട് അത് വന്ന് പറയണോ പറയണ്ടേന്ന് അവർ തീരുമാനിക്കണത്. ഒരു പ്രാവശ്യം നമ്മൾ വന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ ഭയങ്കര പ്രശ്നമാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കുട്ടികൾ വന്ന് പറയൂല. അപ്പം അതിന് അതിൻ്റേതായ രീതിയിൽ നല്ല ഭംഗിയിൽ ആണോ എൻ്റെ ഉപ്പ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഉപ്പ പണ്ട് കോളേജിൽ ഇതേപോലെ സിഗരറ്റ് വലിച്ചൊരു കഥ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ നള്ളിഫൈ ചെയ്ത് മെല്ലെ മെല്ലെ പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പം നമുക്ക് ഗുണദോഷിക്കുക എന്ന് പറയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ നമ്മൾ ഉപദേശിക്കുക എന്ന് പറയുന്ന സാധനം ഇനി അങ്ങോട്ടേക്ക് നടക്കുമെന്ന് നമുക്ക് അറിയില്ല. എന്താ വെച്ചാൽ നമുക്ക് ഗുണവും ദോഷവും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അവരതിൻ്റെ അവരുടേതായ ബുദ്ധി ഉപയോഗിച്ച് അത് ഓപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ലെവലിലേക്കാണ് ഇപ്പം. എന്താ വെച്ചാൽ പേരൻസിനെ മക്കൾ പറയാൻ തുടങ്ങി, ഉമ്മയ്ക്കൊന്നും അറിയില്ല, ഉപ്പയ്ക്കൊന്നും അറിയില്ല, ഉമ്മ ഒന്നും മിണ്ടാന്നെ എന്നൊക്കെ പറയുന്നൊരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയതിനെ കൊണ്ടിട്ട് നമ്മളത് പാരൻറ്റിങ്ങിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നല്ല ടൈറ്റ് പാരൻസും നല്ല എല്ലാം പറയാൻ പറ്റുന്ന ഫ്രണ്ട്സും ഉണ്ടെങ്കിൽ അത് പഠനത്തിന് അത് മുന്നോട്ടേക്ക് നല്ല ഭംഗിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരികയേ ചെയ്യുള്ളൂ. ഈ ഒരു അഡോളസൻ പീരീഡ് എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസിന് ഒരുപാട് ചേഞ്ചസ് നടക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ മെൻ്റലായിട്ടുള്ള ചേഞ്ചസും നടക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്നൊക്കെ പറയുന്ന ബ്രെയിനിൻ്റെ ഏരിയ ഏറ്റവും കൂടുതൽ നമ്മളെ ഇൻ്റലക്ച്വൽ ഫങ്ഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏരിയയാണ്. പ്ലാനിങ്, റെക്കഗ്നേഷൻ, ഡിസിഷൻ മേക്കിംഗ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പം ഈ ഒരു ഫങ്ഷൻ ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ ഇപ്പം ശാസ്ത്രീയമായിട്ട് പറയുന്നത് നമ്മുടെ ഇൻ്റലക്ച്വൽ പ്രോസസ്സിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞിട്ടുള്ള സോഷ്യലൈസേഷൻ കാര്യങ്ങൾ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇതും ഭംഗിയായിട്ട് നടന്നു പോകണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമാണ് ഈ പറയുന്ന ബ്രെയിൻ ഏരിയ നന്നായിട്ട് ഫങ്ഷൻ ആവുകയും ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ മെച്ചുറേഷൻ പ്രോസസ്സ് അവിടെ നടക്കുകയും ചെയ്യാം. മാഡം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പീരീഡ് എന്ന് പറഞ്ഞൊരു കുറേ എക്സ്പ്ലറേഷൻസിൻ്റെ ഒരു സമയമാണ്. ഒന്ന് ആദ്യമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ തോന്നുന്ന ഒരു സമയമാണ്. അങ്ങനെയുള്ള പല എക്സ്പ്ലറേഷൻസും ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഈ ഒരു ലേണിംഗ് പീരീഡിനെ ബാധിക്കുന്നത്? ഈ സമയം ഇപ്പം എല്ലാത്തിനും കൂടെ നമുക്ക് 24 മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പോൾ ഈ അഡോളസൻ്റ് പിള്ളേർക്ക് പല സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ടാവും, ഫ്രണ്ട്സിൻ്റെ പല കഥ കേൾക്കാനുണ്ടാവും, പല ലവ് അഫെയർസ് സ്വന്തം ഇല്ലെങ്കിലും ബാക്കിയുള്ളവരുടെ കേൾക്കാനുണ്ടാവും, അവിടെ നിന്ന് അത് മേടിക്കാനുണ്ടാവും, ഇങ്ങനെ വായിക്കാനുണ്ടാവും, അത് കാണാനുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ പഠനത്തിൻ്റെ സ്ട്രെസ് ഉള്ളത്. അപ്പോൾ 10ാം ക്ലാസ് +2 എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല, ഞാൻ ഇപ്പോഴും ഞാൻ നടത്തുന്ന സ്ഥാപനത്തിൽ എംപ്ലോയേഴ്സായിട്ട് വന്നിട്ടുള്ള ആൾക്കാരുടെ ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ അയാളുടെ 10ാം ക്ലാസ്സിലെ +2ലെ മാർക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇതുവരെ നമ്മളതിന് ശേഷമുള്ള ക്വാളിഫിക്കേഷൻസ് ഒക്കെ ചോദിക്കുന്നല്ലോ, 10ൽ എത്ര മാർക്ക് ഉണ്ടായി എന്ന് ചോദിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ, അതത്ര ആൾക്കാർ. പക്ഷേ 10ാം ക്ലാസ്സിന് ഭയങ്കര എന്തോ ഒരു ഇതുള്ള പോലെയാണ് എല്ലാവരും കാണുക. 10ാം ക്ലാസ് ആണ് ഒരു ടേണിംഗ് പോയിന്റ് അല്ലേ, അപ്പോൾ വിചാരിച്ചിരിക്കുന്ന ടേണിംഗ് പോയിന്റ്. അതെ, അതുവരെ നമ്മൾ ആരും മൈൻഡ് ചെയ്യാത്ത ആൾക്കാരെ കുട്ടികളൊക്കെ ഫാമിലിയിൽ അത്രയും കാലം ആരും ഇവൻ്റെ മകന് ഫുൾ A+ ഒക്കെ ആ കുട്ടി ഇപ്പോൾ പഠിക്കും. അതായത് നമ്മുടെ ഒരു ടേണിംഗ് പോയിന്റ്, അതുവരെ ആരും മൈൻഡ് ചെയ്യാത്തൊരു കുട്ടീനെ. അപ്പോൾ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ നാളെ ഇൻ്റർവ്യൂവിൽ ഒന്നിലും ചിലപ്പോൾ ഈ 10ലെ മാർക്കോ കാര്യങ്ങളോ ആരും ചോദിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ആൾക്കാർ തരുന്ന ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു വില, ഒരു കുടുംബത്തിൽ ഇത്രയും കാലമായിട്ട് നമ്മൾ ഇൻവിസിബിൾ ആയ നമ്മളെ അവരുടെ
മകൾ പഠിക്കില്ലേ, അവൻ കുറച്ച് ബ്രില്യൻ്റ് ആണല്ലേ, അവന് കുറച്ച് കഥയുണ്ട് എന്നൊക്കെ ഉള്ള പോലത്തെ നമ്മളെ ആദ്യമായിട്ട് സമൂഹം ജഡ്ജ് ചെയ്യാന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അങ്ങനെ ജഡ്ജ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് ആണ് ഈ 10ാം ക്ലാസ് പ്ലസ് 2 എന്നൊക്കെ പറയുന്നത്. ഞാൻ 2 ദിവസം മുൻപ് ഒരു ട്രോള് പോലെ കണ്ട എന്താണെന്ന് വെച്ചാൽ, ഈ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഇത്രയധികം കുടുംബക്കാരുണ്ടായിരുന്നോ എന്ന്. ഒരു ട്രോളാണ്. കാരണം അപ്പോഴാണ് എല്ലാവരും ഇങ്ങോട്ട് ചോദിക്കാൻ ഇറങ്ങുന്നത് റിസൾട്ട് എന്തായി, ഫുൾ A+ ആണോ എന്നുള്ളത് അല്ലേ. അതെ അതെ അതെ. അത് ഏതൊക്കെ രീതിയിലാണ് ബാധിക്കുക? ഇത്തരത്തിലുള്ള റിസൾട്ടിൻ്റെ പ്രഷർ അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ പ്രഷർ ഈ കുട്ടികളെ പലപ്പോഴും അതൊരു ഓവർഹെൽമായി കിടക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് കുട്ടികൾക്ക് അതിൽ നിന്നൊന്ന് പുറത്തേക്ക് വരാൻ പറ്റുക, ആ ഒരു സോഷ്യൽ പ്രഷറിന്, എസ്പെഷ്യലി ഈ 10ാം ക്ലാസ്സിൽ, അല്ലെങ്കിൽ 10ാം ക്ലാസ് എന്നല്ല ഏതൊരു റിസൾട്ട് അറിയാൻ പോകുന്ന കുട്ടിയും? ഒന്നാമത്തത് ഈ ഒരു എക്സ്പെക്റ്റേഷൻ ആണ് ഈ പ്രഷർ ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാനിപ്പം വീണ്ടും ഞാൻ പറയണം, നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് അഡോളസൻസിൻ്റെ പൾസ് അറിയുന്നത്. അപ്പോൾ ഈ ഇൻട്രാക്ഷൻസിൽ തെളിഞ്ഞ കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഐഡിയാസ് ഉണ്ട്, ഈ പറയുന്ന പോലെയുള്ള എല്ലാ കാര്യവും ഉണ്ട്. പക്ഷേ ഇവർ എൻ്റെ അടുത്ത് നിന്ന് ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നു, അവർ എന്നെ കുറിച്ചിട്ട് ഇങ്ങനെ ആയിരിക്കൂലേ വിചാരിച്ചിട്ടുണ്ടായിരിക്കുക. സോ എല്ലാവരും പറഞ്ഞു +2-ന് പിന്നെ എനിക്ക് 10th-ന് നല്ല മാർക്കുണ്ട്, എന്തിന് ഹ്യൂമാനിറ്റീസ് എടുക്കുന്നു, സയൻസ് എടുത്തൂടെ. അപ്പം നിൻ്റെ അടുത്തുനിന്ന് ആളുകൾ പ്രതീക്ഷിക്കുക ഇതൊക്കെയാണ്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് പിന്നെ ഓപ്ഷൻസ് ഇല്ല. സോ ഇനി സയൻസ് തന്നെ എടുക്കണം എന്നുള്ള പ്രഷർ വരുന്നു. അപ്പോൾ പാരൻസിനോട് ഇത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അപ്പം എന്നോടും പറയുന്നു, എൻ്റെ വീട്ടിൽ വരുന്ന മറ്റുള്ള ആളുകളോട് പറയുന്നു ഇത് തന്നെ ഓപ്റ്റ് ചെയ്യുന്നു. ഞാൻ എങ്ങനെ എൻ്റെ പാരൻസിനെ കൺവിൻസ് ചെയ്യും? സോ എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. സോ ഇപ്പം പ്രശ്നമായിട്ട് ആദ്യമായിട്ട് പറഞ്ഞു വന്നത് ഞാനും എൻ്റെ പാരൻറ്റും സ്ഥിരമായിട്ട് അടിയാണെന്നാണ്. ഇത് നമ്മൾ അന്വേഷിച്ച് പോയപ്പോഴാണ് ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ എക്സ്പെക്റ്റേഷനെ മീറ്റ് ചെയ്യാൻ വരുന്ന ഒരു പ്രഷർ നന്നായിട്ട് ഒരു സോഷ്യൽ അറ്റ്മോസ്ഫിയർ എന്നുണ്ട്. പാരൻസിൻ്റെ ഭാഗത്തു നിന്നായിരിക്കാം, അല്ലെങ്കിൽ മെൻറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നായിരിക്കാം. എങ്ങനെയോ ആ ഒരു പ്രഷർ ഒരു വലിയ കാരണമാണ്. എനിക്ക് തോന്നുന്നു ഈ തോൽവി എന്ന് പറയുന്ന സാധനത്തിന് ഇവിടെ പാരൻസും ഞാൻ ഏറ്റെടുക്കാൻ റെഡിയില്ല, കുട്ടികളും ഏറ്റെടുക്കാൻ റെഡിയില്ല. ഇപ്പോൾ ഒരു കുട്ടി ഒരു ചോയ്സ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓക്കെ ഞാനിപ്പം ഇന്ന കോഴ്സിന് പോകുകയാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങാനും അത് ഫെയിലിയർ ആയാലോ എന്നാണ് ചോദിക്കുക. അതിപ്പോൾ നമ്മളെ കയ്യിലല്ല അല്ലേ. 50-50 എന്നാണ് നമ്മൾ പറയുക. ചിലപ്പോൾ അത് വൻ സക്സസ് ആവാം, ചിലപ്പോൾ പൊട്ടി പാളീസാവാം, അങ്ങനെയല്ലേ നമ്മൾ പറയുക. അതെ, പലപ്പോഴും നടുവിൽ വെച്ചിട്ട് MBBS ഒക്കെ ഡ്രോപ്പ് ചെയ്യുന്ന പല കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ അത് ഓപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, കരിയർ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം അത് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. കരിയർ ഇൻട്രസ്റ്റുകൾ ഏതൊക്കെ മേഖലകളിൽ, ഏതൊക്കെ ജോലി സാധ്യതകളിൽ ഏതിനോടാണ് എനിക്ക് കൂടുതൽ കരിയർ ഇൻട്രസ്റ്റ് വരുന്നത്, ആ വേർഡിൻ്റെ മീനിങ് തന്നെ. രണ്ടാമത്തെ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതായത് ആ എടുക്കുന്ന തൊഴിൽ മേഖലയിൽ എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള എബിലിറ്റി ഉണ്ടോ, കഴിവുണ്ടോ എന്നൊക്കെയുള്ള സാധനം. മൂന്നാമത് നമ്മുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ്, അതായത് ആ മേഖലയിൽ കയറി കഴിഞ്ഞാൽ, ഇപ്പോൾ ജേർണലിസം എന്ന് പറയുന്ന മേഖലയിലെ പോലെയല്ല വക്കീലന്മാരുടെ മേഖല, ഡോക്ടർമാരുടെ മേഖല. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഡിഫറെൻ്റ് ആണ് അല്ലേ. സ്ട്രെസ് കൂടുതലായിരിക്കും, ചിലർ ഇരുന്ന് പണിയെടുക്കുന്ന പണികളായിരിക്കും, ചിലർ ഓടി നടന്നേ പണിയെടുക്കുന്ന പണികളായിരിക്കും. അപ്പോൾ ആ പേഴ്സണാലിറ്റിയും കൂടെ ചെക്ക് ചെയ്ത് ഇത് 3 നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം. കരിയർ ഇൻട്രസ്റ്റ്, കരിയർ ആപ്റ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി, ഇത് 3 ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ എനിക്ക് ഇന്ന കരിയറിലാണ് ഇൻട്രസ്റ്റ്, അതിനുള്ള ആപ്റ്റിറ്റ്യൂഡ് എബിലിറ്റി എനിക്കുണ്ട്. ഇനി അതിൽ നിന്ന് പോകാനുള്ളൊരു പേഴ്സണാലിറ്റി, ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഒക്കെ എനിക്കുണ്ടോ, അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കണ്ണും പൂട്ടി അങ്ങോട്ട് തീരുമാനിക്കുക. അതന്നെ, ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണുക എന്നുള്ളതാണ്. അവിടെ പാരൻസ് പറയുമോ, നീ സെലക്ട് ചെയ്തല്ലേ ഇപ്പം എന്തായി, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ലോ. അതേപോലെ പേരൻസ് തിരിച്ചത് പറയുമോ എന്ന് കുട്ടികൾക്കും പേടിയുണ്ടാവും. അപ്പോൾ ഈ കുട്ടികൾ ഇത് പറയുമോ, പേരൻസ് ഇത് പറയുമോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ പേരൻസിനോടായാലും കുട്ടികളോടായാലും പറയാനുള്ളത്, നാളെ അത് ചിലപ്പം തോറ്റു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒന്നോട്ട് വീണ്ടും തുടങ്ങേണ്ടിയൊക്കെ വരും. അന്നേരം നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ തീരുമാനിക്കുന്നതാണ് അന്നേരത്തെ ശരി. അത് നമ്മൾ എല്ലാ കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് നമുക്ക് അതിനുള്ള ആപ്റ്റിറ്റ്യൂഡ് എബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കരിയർ നമ്മൾ ചൂസ് ചെയ്യാം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, ഇപ്പോൾ മാം പറഞ്ഞ പോലെ ടെസ്റ്റുകൾ, നമ്മൾ സ്കിൽസും പേഴ്സണാലിറ്റിയും കേപ്പബിലിറ്റിയും അറിയാനുള്ള ടെസ്റ്റുകളുണ്ട്. അതിനോടൊപ്പം തന്നെ കറൻ്റ്ലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്താണോ ആ റിസോഴ്സസിൽ നമുക്ക് ലിമിറ്റ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ നമുക്കറിയാം കൊറോണ ഒക്കെ വന്ന സമയത്ത് എന്താ ഉണ്ടായത്, അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പിന്നെ കാര്യങ്ങളും പൊളിച്ചെഴുതിയിട്ടുള്ള നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറി. ഇപ്പം ഞങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ക്ലിനിക്കലിൽ തന്നെ ഓൺലൈനായിട്ട് സെഷൻസ് എടുക്കാനൊക്കെ ആളുകൾക്ക് ഭയങ്കര പ്രയാസമായിരുന്നു.
ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസേ എഫക്റ്റീവ് ആവുള്ളൂ എന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ വളരെ ഭംഗിയായിട്ട് ഓൺലൈനായിട്ട് സെഷൻസ് എടുക്കുകയും അതിൽ നല്ല റിസൾട്ട്സ് ഉണ്ടാവുകയും അങ്ങനെയുള്ള ചേഞ്ചസ് വന്നു തുടങ്ങി. സോ ഇതേപോലെയുള്ള ചേഞ്ചസ് നമുക്ക് എന്താണോ അപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇനി എങ്ങോട്ട് എന്താ വരുന്നത് എന്നുള്ളത്. അപ്പം എല്ലാവരും സംസാരിക്കുമ്പോൾ കുറേ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളിൽ എന്ത് സംഭവിക്കും എന്നുള്ള പേടി വെച്ചിട്ടാണ് ഈ പറയുന്നത് പോലെയുള്ള ഡിസിഷൻസ് എടുക്കാൻ പേടിക്കുന്നത്, തോൽവിനെ ഭയക്കുന്നത്. കുറച്ച് അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്താവും എന്നുള്ളതാണ് തോൽവിനെ ഭയക്കുന്നത്. അപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് അറ്റ് പ്രസൻറ്റ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ സെർച്ച് ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങൾ വെച്ചിട്ട് മാം പറഞ്ഞതുപോലെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പോഴത്തെ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യുക എന്നുള്ളത്. ഇനി ഈ ഡിപ്രഷൻ, ആങ്സൈറ്റി, സ്ട്രെസ് ഇങ്ങനത്തെ പേരുകൾ, ഒരു സെപ്പറേറ്റ് പേരുകളൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മൾ പൊതുവെ ഒരു മെൻ്റൽ ഒരു ഹെൽത്തിൻ്റെ, ഒരു കുട്ടീൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത് സ്ട്രഗിൾ ചെയ്യപ്പെടുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട സൈനുകൾ ഏതൊക്കെയാണ്? അതായത് ഒരു കുട്ടിക്ക് ഡിപ്രഷൻ എന്ന് പറയുന്ന വേർഡ് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമാണ്. പക്ഷെ അത് എന്താണെന്ന് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് എല്ലാവർക്കും അറിയില്ല, അല്ലെങ്കിൽ അതിന്റെ സയൻസ് എന്തൊക്കെയാണെന്ന്. ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞു വരുന്ന 80% ആൾക്കാർക്കും ഡിപ്രഷൻ ഉണ്ടാവാറില്ല. എന്താന്ന് വെച്ചാൽ അത് ക്ലിനിക്കൽ ടെർമിനോളജി വെച്ചിട്ട് നമ്മൾക്ക് അതിനൊരു ഗൈഡ് ലൈൻ ഉണ്ട്. അതായത് ഇത്ര കാലയളവിൽ ഇങ്ങനെ ലോ മൂഡ് വേണം, ഇങ്ങനെ സാഡായിരിക്കണം, മുൻപ് പ്ലഷർ സീക്കിംഗ് ആയി കിട്ടിയ ഒരു വസ്തുവിലും നമുക്കൊരു സുഖം അല്ലെങ്കിൽ ഒരു സന്തോഷം ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്. അതൊക്കെ മീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഒരാളെ നമുക്ക് ഡിപ്രഷൻ എന്ന് പറയുന്ന ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുന്ന ക്ലിനിക്കൽ കാറ്റഗറിയിലേക്ക് ആക്കാൻ പറ്റൂ. അല്ലാതെ സാധാ ഒരു മൂഡിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പറയുമല്ലോ, നമ്മളെ എല്ലാ ആപ്പുകളിലും ഇപ്പം ഉണ്ട് അല്ലേ, യൂഫോറിക്, ഐ ഫീൽ യൂഫോറിക്, ഐ ഫീൽ ഡിപ്രസ്ഡ് എന്നൊക്കെ പറയുന്ന ഇമോജികളൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ്. ശരിക്കും ഡിപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം കുറേ കുട്ടികൾ പറയാറുണ്ട്, ഞാൻ ഇതിന് മുന്നേ കുറേ വട്ടം ഡിപ്രസ്ഡ് എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ശരിക്കും ഡിപ്രഷൻ വന്നപ്പോഴാണ് ഇതാണ് സാധനം എന്ന് ഇപ്പോഴാണ് മനസ്സിലായേ എന്ന്. അതത്രയും നമ്മൾ ആ ഒരു ചെറിയ, അതായത് സൈക്കോളജിക്കൽ ഡിസോർഡറുകളിൽ വെച്ച് എല്ലാ അസുഖങ്ങളും, ഇപ്പം പേഴ്സണാലിറ്റി ഡിസോർഡർ ആവട്ടെ, ബൈപ്പോളർ എഫക്റ്റീവ് ഡിസോർഡർ ആവട്ടെ, ഏത് ഡിസോർഡറുകളിൽ വെച്ചിട്ടും പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതും, അതായത് കുറച്ച് സിമ്പിളായ എന്ന് നമ്മൾ പറയുന്ന ഒരു അസുഖമാണ് ഡിപ്രഷൻ. പക്ഷേ ഡിപ്രഷൻ വന്നാലേ മനസ്സിലാവും അത് എത്ര ഭീകരമായൊരു സാധനമാണെന്ന്. നമുക്ക് ശരിക്കും നമ്മളില്ലാണ്ടായി പോകും. നമുക്കൊന്നും എന്താ പറയുക, ആ സ്വിച്ച് ഇട്ട ഈ ബൾബൊന്നും കത്തൂല എന്ന് പറഞ്ഞ പോലെ ഒന്നും വർക്ക് ചെയ്യൂല. നമ്മളെ തലയിലെ പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിങ് ഒന്നും, ഒരു ഹയർ മെൻ്റൽ ഫങ്ഷൻസും വർക്ക് ചെയ്യാതെ നമ്മൾ ആകെ അങ്ങനെ അങ്ങനെ ആയിപ്പോവും. നമ്മൾ ആ ഒരു അവസ്ഥയിലായിപ്പോവും. അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള പ്രശ്നം, ഇപ്പം ആങ്സൈറ്റി, സ്ട്രെസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിപ്രഷൻ, അല്ലെങ്കിൽ ഏതൊരു മെൻ്റൽ ഡിസോർഡേഴ്സോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്ട്രഗിൾസ് ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ നമുക്ക് ആദ്യമേ ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? അതായത് ആ പഠിക്കുന്ന സമയത്തും അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പമുള്ള ആ രീതിയിലൊക്കെ എന്തൊക്കെ നമുക്ക് ചെയ്യാം? ഇതിലിപ്പം നേരത്തെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇതിൽ റിലവൻ്റ് ആണ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം, ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, നമ്മളുടെ സോഷ്യൽ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ആവുക എന്നൊക്കെ പറയുന്നത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാർട്ടായിട്ട് തന്നെയാണ്. ഇപ്പം നമ്മളൊക്കെ തീരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നാളെ മറ്റന്നാൾ നമ്മളൊരു ക്രൗഡിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്, ഏതാ ചെയ്യേണ്ടതെന്ന് ഐഡിയ ഇല്ലാത്തൊരു ഫേസ് വരാം. അങ്ങനത്തെ ഇഷ്ടം പോലത്തെ കേസസ് വരുന്നുണ്ട്. സോഷ്യൽ സ്കില്ലില്ല, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻസ് അങ്ങനത്തെ ഒരു കൂട്ടിലിട്ടിട്ടായിരിക്കും ബേബി കുട്ടികളെ വളർത്തുന്നുണ്ടാവുക. എന്നിട്ട് അവർ നാളെ മറ്റന്നാൾ ചീഫ് കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നുണ്ടാവുക കുട്ടികൾ ആരുടെടുത്തും ഇൻട്രാക്ട് ചെയ്യുന്നില്ല, അവർക്ക് അങ്ങനത്തെ ഒരു സ്കില്ലില്ല എന്നുള്ള രീതിയിലാവും. സോ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന കാര്യങ്ങൾ അവർ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവരുടെ ഇമോഷൻസ് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ സ്റ്റഡീസിനെ പറ്റിയിട്ട് തന്നെ ഷെയർ ചെയ്യുക, ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് അവരെ കുറച്ചും കൂടി ഇമോഷണലി സ്ട്രോങ് ആക്കാനും ഒക്കത്തിനും വേണ്ടിയിട്ട് അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഡിപ്രഷൻ, വേറെ ഏത് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന കാര്യം നമ്മൾ നല്ല രീതിയിൽ നമ്മളുടെ ബ്രെയിനിൽ ഹാപ്പി ഹോർമോൺസ് ബൂസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് തുടങ്ങും. സോ ദർബൈ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഈ സ്ട്രെസ് ഹോർമോൺസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ റിലേഷൻഷിപ്പുകൾ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, ഇപ്പോൾ ഒരു കരിയർ ചൂസ് ചെയ്യുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക, നമ്മൾ മെയിനായിട്ടും മനസ്സിലാക്കേണ്ട ഒരു സാധനം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കരിയർ ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് ഒന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
പിന്നെ അത് എങ്ങനെയാണ് അതിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മൾ പ്ലാൻ ചെയ്ത് പോകുക. അപ്പോൾ എല്ലാ പ്ലാനും നടക്കണം എന്നില്ല, പക്ഷെ നമ്മൾ ട്രൈ ചെയ്യണം. നമ്മളത് അത്രയും അതിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളത്. ഫെയിലിയർ വരുമോ എന്ന് പേടിച്ചുകൊണ്ട് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ അങ്ങനത്തെ ചില സാധനങ്ങളായാലും ഇപ്പോൾ ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു സ്കൂളിൽ. ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് കുട്ടികളിൽ ഏറ്റവും മാർക്ക് കുറയുന്ന കുട്ടിക്ക് ടീച്ചർ വെറുതെ കുറച്ച് മാർക്ക് ഇട്ട് കൊടുത്തു ഒരു 2-3 പരീക്ഷയ്ക്ക്. എന്നിട്ട് ആ കുട്ടീനെ വിളിച്ചിട്ട് എല്ലാവരുടെ മുന്നിലും കൈയടിച്ചു, ഭയങ്കര പ്രോത്സാഹനമൊക്കെ കൊടുത്തു ഈ എഴുതിയ മാർക്കിന്. അപ്പോൾ ആ കുട്ടി അപ്പോഴാണ് ആ കുട്ടി അതിൻ്റെ ഒരു എന്താ പറയുക, വിജയിച്ചാൽ കിട്ടുന്ന എന്താണ് അവിടെ കിട്ടുക എന്നുള്ളത് ആ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാവുക. അപ്പോൾ ഈ പഠനത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി പിന്നെ അടുത്ത എക്സാമിന് കുട്ടിക്ക് അതേ മാർക്ക് കിട്ടി തുടങ്ങി എന്നാണ്. അപ്പം കുട്ടീൻ്റെ എബിലിറ്റി എന്ന് പറയുന്ന സാധനത്തിന് ഇവിടെ എന്താണ്, ആ ടീച്ചർ കൊടുത്ത സപ്പോർട്ട്, അല്ലെങ്കിൽ ടീച്ചർ ആ കളിച്ച ഒരു ഗെയിമിൻ്റെ മുകളിൽ ഒരു കുട്ടിക്ക് 3rd പരീക്ഷ വരുമ്പോഴത്തേനൊക്കെ തീരെ പഠിക്കാത്തൊരു കുട്ടി നല്ല മാർക്ക് മേടിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അത് പാരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും ഇതൊരു ട്രയാങ്കിൾ സാധനമാണ്. അതായത് പാരൻറ്റ്, ചൈൽഡ്, ടീച്ചർ. ഓക്കെ, ഇത് നമ്മൾ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ാം അമ്മ ടീച്ചറാണ് അല്ലേ. അപ്പോൾ ഈ പാരൻറ്റ്, ചൈൽഡ്, ടീച്ചർ എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളിൽ കുടുങ്ങിയിട്ട് പഠിക്കാണ്ടായിപ്പോയ ഒരുപാട് കുട്ടികളുണ്ട്. അതായത് എബിലിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്, കഴിവുണ്ട്, ഈ കുട്ടിക്ക് ഒക്കെ ഉണ്ട്. പക്ഷേ ഇവരുടെ ഒരു എക്സ്പെക്റ്റേഷനിൽ ഞാൻ എത്തുമോ, അല്ലെങ്കിൽ അവിടുന്ന് ചീത്ത കേൾക്കുമോ ഇവിടുന്ന് ചീത്ത കേൾക്കുമോ, ആ ഒരു ഇമോഷനിൽ കുടുങ്ങിപ്പോയിട്ട് പഠിക്കാൻ പറ്റാണ്ടായിപ്പോയ ഒരുപാട് ആൾക്കാരുണ്ട്. ആങ്സൈറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും വേണ്ട ഒരു സാധനമാണെന്ന് അല്ലേ നമ്മൾ അത് പറയുക. പക്ഷെ പലപ്പോഴും അതൊരു നെഗറ്റീവ് സെൻസിലാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത്. ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഉണ്ടാവുക, ആങ്സൈറ്റി ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര, എനിക്ക് എന്താണെന്ന് അറിയില്ല, ഭയങ്കര പേടി. അപ്പം നമ്മളെപ്പോഴും പറയാണ്ട് സ്ട്രെസ് ആണെങ്കിലും ആങ്സൈറ്റി ആണെങ്കിലും ഒരു പരിധി വരെ നമ്മളത് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പം നാളെ എനിക്ക് എക്സാം ഉണ്ട്, ഞാനതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എനിക്ക് കുറച്ച് സ്ട്രെസ്സോ ആങ്സൈറ്റിയോ ഒക്കെ വേണം, എങ്കിലേ ഞാൻ അതിന് വേണ്ടിയിട്ട് മാം പറഞ്ഞ പോലെ പ്ലാൻ ചെയ്യുള്ളൂ. എന്തെങ്കിലുമൊക്കെ തരത്തിൽ കളക്ഷൻസൊക്കെ നടത്തി പ്രിപ്പയറൊക്കെ ചെയ്ത് റെഡി ആവുള്ളൂ. അപ്പം ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയും നമുക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു നെഗറ്റീവ് സാധനമൊന്നുമല്ല. അതേസമയം ഇത് നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ജോലി ചെയ്യുന്നതിൽ, അതേപോലെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ, നമ്മുടെ റിലേഷൻഷിപ്സിൽ, പിയർ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻസിലൊക്കെ ബാധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ചെന്ന് മിങ്കിൾ ചെയ്യാൻ പറ്റാതിരിക്കുക, ക്രൗഡിനെ കാണുമ്പോൾ നമ്മൾ പേടിച്ചു പോവുക, എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുമ്പോഴേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ആകുലപ്പെടുക, അങ്ങനെ നമ്മുടെ പേഴ്സണൽ ലൈഫിനെ, ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഹാമ്പർ ചെയ്യുന്ന രീതിയിലേക്ക് വരുമ്പോൾ നമ്മളിതിനൊന്ന് മാനേജ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. അപ്പം നമ്മൾ തെറാപ്യൂട്ടിക്കൽ സ്കിൽസൊക്കെ യൂസ് ചെയ്തിട്ട് സ്ട്രെസ്സിനെ കോപ്പപ്പ് ചെയ്യാൻ, ആങ്സൈറ്റിനെ മാനേജ് ചെയ്യാനുള്ള തെറാപ്പീസ് ചെയ്യും. എൻ്റെ മോന് 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അതിനെക്കൊണ്ട് അവന് ഒരു പണിയും കൊടുക്കണ്ട, അല്ലെങ്കിൽ ഒരു വീട്ടിലെ കാര്യവും ചെയ്യിപ്പിക്കണ്ട എന്ന് പറയുന്ന ഒരു രീതിയിലോട് ഞാൻ യോജിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി ഇതേപോലെ പഠിച്ച് ഇതേപോലത്തെ ഒരു ഓഫീസിൽ പോയി കഴിയുമ്പോൾ അവിടെ 100,000 കൂട്ടം പണിത്തിരക്കിൻ്റെ ഇടയിൽ തന്നെ ഈ പണി ചെയ്യണ്ടേ? വീട് നോക്കണം, കുടുംബം നോക്കണം, ഫാമിലി നോക്കണം, ഒക്കെ നോക്കണ്ടേ? നമ്മളങ്ങനെ ഒരു കൂട്ടിലിട്ട പോലെ നമ്മളെല്ലാം പ്രിവിലേജ്ഡ് ആയിട്ട് കൊടുത്തുകൊണ്ട് പഠിച്ചിട്ട്, അതിപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ഒരു കുട്ടി പഠിക്കുന്ന സാധനം തീരെ കഴിവില്ലാത്തൊരു കുട്ടി 4 മണിക്കൂർ ഇരുന്ന് പഠിച്ചാൽ അതേ മാർക്ക് ചിലപ്പോൾ ആ കുട്ടിക്കും നേടിയെടുക്കാൻ പറ്റും. പക്ഷെ കുറഞ്ഞ സ്പാൻ ഓഫ് ടൈമിൽ എത്ര പെട്ടെന്ന് പഠിച്ച് തീർക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഈ റിവാർഡിങ് സിസ്റ്റം എന്ന് പറയുന്നത്, അതായത് 2 സാധനങ്ങളാണ്, ഒന്ന് പ്ലഷർ, ഒന്ന് പെയിന്. പെയിൻ ഇല്ലാണ്ടിരിക്കാനാണ് നമ്മളെല്ലാവരും നോക്കുക. അപ്പോൾ അതായത് ഇപ്പോൾ എനിക്ക് ചീത്ത കേൾക്കുന്നത് പെയിനാണ് അല്ലേ, ആരെങ്കിലും നല്ലത് പറയുന്നത് പ്ലഷറാണ്. ഇപ്പോൾ ഫുഡ് കഴിക്കുന്നത് ചിലപ്പോൾ ചിലർക്ക് പ്ലഷറാണ്, ചിലർക്ക് ഇഷ്ടമില്ലാത്ത ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പെയിനാണ്. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നത് ഒട്ടുമിക്ക ആൾക്കാർക്കും പെയിനാണ്. അപ്പോൾ ഈ പെയിനും പ്ലഷറും തമ്മിൽ മാനേജ് ചെയ്യാൻ നമ്മൾ പറയുക. ഇപ്പം 3 മണിക്കൂർ പെയിൻ ആണെന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ പ്ലഷർ കിട്ടണം എന്നാണ്. അതായത് ഒരു 3 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു റിവാർഡായിട്ട് ഞാനൊരു 3 മണിക്കൂർ അല്ലെങ്കിൽ പോട്ടെ ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു സാധനം അതിനു വേണ്ടി ചെയ്യും എന്നുള്ള രീതി. ഇപ്പം നമ്മളൊക്കെ ഒരുപാട് കുട്ടികൾക്ക് ഈ പേജസിൻ്റെ നമ്പർ വെച്ച് വരെ കൊടുക്കാറുണ്ട്. അതായത് ഒരു പേജ് എത്ര മിനിറ്റ് കൊണ്ട് നിനക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ കുട്ടി പറയാണ് ഈ ചാപ്റ്റർ കുറച്ച് കട്ടിയുള്ള ചാപ്റ്റർ 10 മിനിറ്റ് ഒക്കെ എടുക്കും എന്ന് പറയുകയാണെങ്കിൽ, ഓക്കെ 10 മിനിറ്റ് വീതം 10 പേജ് പഠിച്ച് നീ 100 മിനിറ്റ് കൊണ്ട് കറക്റ്റ് അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് ഈ ടോക്കൺ കിട്ടും. ഈ ടോക്കണിന് അരമണിക്കൂറാണ്.
ആ അരമണിക്കൂർ കൂട്ടി വെക്കാം, അടുത്ത അരമണിക്കൂർ കൂട്ടി വെക്കാം. അങ്ങനെ കൂട്ടി വെച്ചാൽ കുറേ ഒരു 2-3 മണിക്കൂറായ വേണമെങ്കിൽ നിനക്ക് പുറത്ത് പോകാം, ഫ്രണ്ട്സിനെ വിളിക്കാം. അങ്ങനെ നമ്മളൊരു റിവാർഡിങ് സിസ്റ്റം ആയിട്ട് സ്വന്തം തന്നെ കുട്ടികൾക്ക് ചെയ്യാം. ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പഠിച്ചു തീർക്കുക എന്നൊക്കെ പറയുന്നൊരു സിസ്റ്റം, അങ്ങനെയൊക്കെ എന്തെങ്കിലും കൊണ്ടുവരികയാണ് വേണ്ടത്. നമുക്ക് സമയം ഏകദേശം തീരാറായതുകൊണ്ട് ഒരു ചോദ്യം കൂടെ. നമുക്ക് മാധ്യമം എഡ്യൂ കഫേയിൽ എപ്പോഴും സ്റ്റുഡൻസിനോടൊപ്പം തന്നെ പേരൻസും ടീച്ചേഴ്സും ഒക്കെ ഈക്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ പേരൻറ്റിങ് എങ്ങനെയായിരിക്കണം? എപ്പോഴും ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ ചൂടാവുന്ന പേരൻസ് ആവണം, അല്ലെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാത്തിനോടും ആ ഒരു മയത്തിൽ സംസാരിക്കുന്ന പേരൻസ് ആയിരിക്കണം, ആ രീതിയിലുള്ള പേരൻറ്റിങ് ആയിരിക്കണമെന്ന് എപ്പോഴും പേരൻസിനൊരു സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനുള്ള ഉത്തരം കൂടെ. എന്താ പറയുക, ഭയങ്കര അതോറിറ്റേറിയനായി പാരൻറ്റിങ് ചെയ്യുന്നതിൽ നമുക്ക് ഗുണമുണ്ടാവില്ല. ഓക്കെ, പക്ഷെ ഭയങ്കര ലിബറലായിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അമൂൽ ബേബീസ് എന്നൊക്കെ പറയില്ലേ കുട്ടികളെ, അങ്ങനെ പറയാൻ പാടില്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് പറയണം കേട്ടോ. എന്താ വെച്ചാൽ കുട്ടികൾ സ്കില്ലില്ലാണ്ടായിപ്പോവും. നമ്മളെല്ലാ സാധനം അവർക്ക് വേണ്ടി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്കില്ലില്ലാണ്ടായിപ്പോവും. അപ്പം കുട്ടികൾ തന്നെ ചെയ്യട്ടെ എന്ന് വിചാരിക്കും, പക്ഷേ ഹെലികോപ്റ്ററിങ് ചെയ്യരുത്. ഹെലികോപ്റ്ററിങ് എന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്ററിങ് പാരൻറ്റിങ് എന്ന് പറയുന്ന ഒരു പാരൻറ്റിങ് രീതിയാണ്. അതായത് എല്ലാത്തിനും അതിൻ്റെ വൈത്താലെ പോയി നീ എന്താക്കുക, നീ എന്ത് ചെയ്യത്, എങ്ങനെ പഠിച്ചു, ഇങ്ങനെ പഠിച്ചു, നമ്മളൊക്കെ അങ്ങനെയല്ലേ പഠിക്കുക, അങ്ങനെയല്ലേ, അങ്ങനെ എല്ലാത്തിനും വൈത്താലെ കൂടി അവർക്കൊരു ചിന്തിക്കാനുള്ളൊരു സ്പേസ് കൊടുക്കാതെ അങ്ങനെ വൈത്താലെ കൂടി ചെയ്യുന്ന ഒരു പാരൻ്റ് ഒരിക്കലും ആവരുത്. ഭയങ്കരമായി അറിഞ്ഞതിനും അറിയാത്തതിനും ഒക്കെ ചൂടാവുന്ന ഒരു പാരൻ്റ് ആവരുത്. ഏറ്റവും കൂടുതൽ പാരൻസ് ശ്രദ്ധിക്കേണ്ട സാധനം ഫേസ് ഒരു ന്യൂട്രലാക്കി വെക്കാൻ നിങ്ങൾക്ക് പറ്റണം. ആ കുട്ടി ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അല്ലെങ്കിൽ അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സ്പേസ് കുട്ടി കേൾക്കണ്ടേ. കുട്ടികൾ ഇത് നിങ്ങളിങ്ങനെ ഷൗട്ട് ചെയ്യുമ്പോൾ കുട്ടികൾ ഈ ഷട്ടർ ഇട്ട പോലെ ചെവി രണ്ടും അടിച്ചിട്ടായിരിക്കും ഇരിക്കുക. നിങ്ങൾ പറഞ്ഞൊക്കെ തിരിച്ചടിച്ച് പോകും എന്നല്ലാതെ കുട്ടീൻ്റെ ചെവിയിലേക്ക് ഈ സാധനം കയറണ്ടേ. അപ്പം നിങ്ങൾ ആ ഒരു സ്പേസ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളത് കേൾക്കുക പോലും ഇല്ല. ഈ സ്പേസ് നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ജഡ്ജ് ചെയ്യാതെ നോൺ ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള ഒരു രീതിയിൽ ഒരു ഒപ്പീനിയൻ പറയാനും, പാരൻറ്റിങ് ഒപ്പീനിയൻ പറയാനുള്ള ഡിസിഷൻസ് അവരോട് തന്നെ ചൈൽഡ്ഹുഡിൽ മുതലേ അത് ട്രീറ്റ് ചെയ്തിരുന്നാൽ കുറേ കൂടെ ബെറ്ററാണ്. പാരൻറ്റിംഗ് എന്ന് പറയുമ്പം കുട്ടികളുടെ പേഴ്സണാലിറ്റി സ്ക്രിപ്റ്റൊക്കെ ഒരു 3 വയസ്സ് മുതൽ അങ്ങോട്ടേക്കൊക്കെ എങ്ങനെ വരുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ പിന്നെ ഒപ്പീനിയൻസ് പറയാനും അവരുടെ ഡിസിഷൻസ് എല്ലാവരോടും ഓപ്പണായിട്ട് പറയാനും നമ്മുടെ കോൺവെർസേഷനിൽ ഒരു ഭാഗമായിട്ട് ഇരിക്കാനും ഒക്കെ ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ കുറെ കൂടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പാരൻസിനും പറ്റും. ഞങ്ങൾക്ക് ഇവിടെ എന്തും പറയാനുള്ള സ്പേസ് ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് കുട്ടികൾക്കും ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലിസൺ ചെയ്യുക എന്ന് പറയുന്നത്. ഇതിപ്പം നമ്മൾ കേൾക്കണം എന്നുള്ളൊരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. കുട്ടി വരുന്ന അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അല്ല ഞാനിപ്പോൾ തിരക്കിലാണ്, അല്ലെങ്കിൽ എനിക്കിതിപ്പോൾ കേൾക്കാൻ നേരെ ഇല്ല എന്നുള്ള രീതിയിൽ കുട്ടീൻ്റെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും പാരൻസിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ ഫബ്ബിങ് ബിഹേവിയർ എന്ന് പറയും. ലൈക്ക് ഫോണിൽ നോക്കിക്കൊണ്ടേയിരിക്കും അവരിങ്ങനെ, കുട്ടി പറയുന്നുണ്ടാവും പക്ഷെ ഫോണിൽ നോക്കിയിട്ടായിരിക്കും ഓക്കെ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവരവരെ കാര്യങ്ങൾ എന്തോ മൂളുന്ന പോലെ ജസ്റ്റ് ഹെഡിനോട് ചെയ്തിട്ട് പാരൻസ് പറഞ്ഞു പോകുന്നുണ്ടാവും. പക്ഷേ കുട്ടിക്ക് വേണ്ട റെസ്പോൺസസോ ഒരു അറ്റൻഷനോ ഒന്നും കുട്ടികൾക്ക് കിട്ടുന്നുണ്ടാവില്ല മേ ബി. സോ ലിസണിങ് എന്ന് പറയുന്നത് ഓൾസോ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഐ ടു ഐ കോൺടാക്റ്റ് ഒക്കെ കൊടുത്ത് കുട്ടി പറയുന്നതിനെ പേഷ്യൻ്റ്ലി ലിസൺ ചെയ്ത് ലൈക്ക് പെട്ടെന്ന് തന്നെ ഓവർ റിയാക്ട് ചെയ്യാതെ കുട്ടിക്ക് പറയാനൊരു സ്പേസ് ഒക്കെ കൊടുത്ത് മെല്ലെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു നോൺ ജഡ്ജ്മെൻ്റലി ഒരു ബ്ലണ്ട് എഫക്റ്റ് ഒക്കെ ഇട്ട് ലൈക്ക് ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് കുട്ടീൻ്റെ അടുത്ത്. ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ ഒരു ഫ്രണ്ട് ആവാൻ വേണ്ടിയിട്ട് പറ്റില്ല കുട്ടീൻ്റെ അടുത്ത്, ബിക്കോസ് നമ്മളെ റോൾ എന്ന് പറയുന്നത് ആസ് എ പാരൻറ്റ് എന്ന് പറയുന്നത് തന്നെയാണ്. സോ ഇതിൽ പാരൻസിനെയും നമുക്ക് ഓവറായിട്ട് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഒരു കുട്ടി ജനിക്കുന്നതിൻ്റെ കൂടെ തന്നെ പാരൻറ്റ് എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെ അവരുടെ തലയിലേക്ക് വരുന്നുണ്ട്. സോ അവർ ആസ് എ പാരൻറ്റ് ഫെയിൽ ആവോ എന്നുള്ള രീതിയിലുള്ള ടെൻഷനും അവരുടെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഒരു കുട്ടി ആസ് എ സ്റ്റുഡൻറ്റ് ഞാൻ ഫെയിൽ ആവോ എന്ന് പറയുന്ന പോലെ തന്നെ ആസ് എ പാരൻറ്റ് അവർക്ക് ഫെയിൽ ആവണ്ട, ബിക്കോസ് അവർ കുറച്ചും കൂടി ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കുറഞ്ഞു പോയിട്ടുള്ള പാരൻസ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മറ്റുള്ള പാരൻസിനെ പോലെ തന്നെ അല്ലെങ്കിൽ എൻ്റെ കുട്ടികളും ആ ലെവലിലേക്ക് എത്തണം എന്നുള്ളത് എന്തായാലും പാരൻസ് ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും. സോ നമ്മളിപ്പോൾ ഒരു കുട്ടി ഒരു ഡോക്ടർ ആവുകയാണ് എന്ന് പറയുക. അപ്പം എൻ്റെ കുട്ടി ഒരു ഡോക്ടർ ആവണം, പക്ഷെ അവൻ നല്ലൊരു ഡോക്ടർ ആവണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക.
അവനൊരു ഭയങ്കര പൈസ പറ്റിക്കുന്ന അല്ലെങ്കിൽ പേഷ്യൻസിന് നന്മ ചെയ്യാത്തൊരു ഡോക്ടറായി മാറാൻ നമ്മൾ ആഗ്രഹിക്കുമോ? അപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. അതായത് പെർസോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്ക് എന്നാണ് അർത്ഥം. അങ്ങനെയാണ് പേഴ്സണാലിറ്റി എന്ന വേർഡ് വന്നിട്ടുള്ളത്. ഓക്കെ, അതായത് നമ്മളിങ്ങനെ വെക്കുന്ന മാസ്ക്, ഓക്കെ, ആ മാസ്ക് റിമൂവ് ചെയ്താലാണ് നമ്മുടെ ശരിക്കുള്ള പേഴ്സണാലിറ്റി എന്താ നമ്മൾ അറിയുക. നമ്മൾ ഓരോ വ്യക്തികളോട് ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ ഓരോ പെർസോണ ധരിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുക. ചില ആൾക്കാരെ നമ്മൾ പറയില്ലേ, സെലിബ്രിറ്റീസിനൊക്കെ ശരിക്കുള്ള സ്വഭാവം വീട്ടിൽ ചെന്നാലേ അറിയുള്ളൂ എന്ന് നമ്മൾ പറയില്ല. അപ്പം ഒരു കുട്ടി 1 വയസ്സ് മുതൽ 16 വയസ്സ് വരെ ആ കുട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്ന പാരൻറ്റിങ് ആണ് ആ കുട്ടീൻ്റെ പേഴ്സണാലിറ്റി. അതായത് ഇപ്പം ഞാനിപ്പോൾ എന്താണോ അത് എൻ്റെ മാതാപിതാക്കൾ എന്നെ 1 വയസ്സ് മുതൽ 16 വയസ്സ് വരെ എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു പ്രോഡക്റ്റ് ഔട്ടാണ് എൻ്റെ പേഴ്സണാലിറ്റി. അപ്പോൾ ആ സമയത്ത് ഈ കരിയർ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സോഷ്യൽ സ്കില്ലും പേഴ്സണാലിറ്റിയും സാധനങ്ങളൊന്നും ശ്രദ്ധിക്കാതെ എല്ലാം പറയാൻ പറ്റുന്ന ഒരു പാരൻ്റ് ഒന്നും ആവാൻ പറ്റാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ശരിയാക്കാൻ പറ്റൂല. മാം ഇപ്പം പറഞ്ഞതിൽ ഞാനൊന്നുകൂടെ ആഡ് ചെയ്യാണ്. ഇപ്പോൾ എനിക്കൊരു ഈ പറയുന്ന പോലെ നമ്മൾ ലിസൺ ചെയ്യാമെന്ന് പറയുന്നില്ലേ, എപ്പോഴും എൻ്റെ മോൾ എന്നോട് പറയും എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴേ, ഉമ്മ എൻ്റെ മുഖത്ത് നോക്ക്, എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറ. എൻ്റെ മോൾക്ക് 6 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷെ അവൾ പറയുമ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട്, ചിലപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അറ്റൻഷൻ കൊടുക്കുന്നുണ്ടാവും. പക്ഷേ അതല്ല, അത് പറഞ്ഞ് കഴിയുന്നത് വരെ അവളുടെ മുഖത്ത് നോക്കിയിട്ട് എന്നോട് പറ ഉമ്മ എന്നാണ് അവൾ പറയുന്നത്. സോ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫേസ് ടു ഫേസ് ആയിട്ടുള്ള കാര്യങ്ങൾ വാലിഡേറ്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് ഫേസ് ആ ഒരു കാര്യത്തിൽ കൂടെ തന്നെയാണ് കുട്ടികൾ മനസ്സിലാക്കുക ഒരു പോയിന്റ്. അവരത് പറയുകയും ചെയ്യുന്നുണ്ട്, എന്നെ നോക്കിയാലേ മനസ്സിലാവുള്ളൂ, എന്നാലേ മനസ്സിലാവുള്ളൂ എന്ന് അവരെടുത്ത് പറയുന്നതും കൂടെ ഉണ്ട്. അതിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യുമ്പം അവർക്ക് ഉണ്ടാകുന്ന അവരുടെ മുഖത്ത് കാണുന്ന റിയാക്ഷൻസും എല്ലാം ആ ഒരു രീതിക്ക്. ഒന്നും വേണ്ട, കൺക്ലൂഷനായിട്ട് ഇന്നിപ്പോൾ ഈ ഓഡിയൻസ് ഇരിക്കുന്നവരിന്ന് വീട്ടിൽ പോയിട്ട് കുട്ടികളെടുത്ത് നിനക്കെല്ലാം സത്യം മാത്രം പറഞ്ഞാൽ മതി, നിനക്കെല്ലാം പറയാൻ പറ്റുന്ന ഒരു മാതാവാണോ അല്ലെങ്കിൽ പിതാവാണോ ഞാൻ എന്നൊന്ന് ചോദിച്ചു നോക്ക്. ആ മക്കളെ മുഖത്ത് കാണിക്കുന്ന ആ റിയാക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി. ചിലപ്പോൾ ആൻസർ ഒന്നും കിട്ടൂല കേട്ടോ, ആ റിയാക്ഷൻ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വല്ല പാരന്റിങ് ക്ലാസ്സോ എന്തിനെങ്കിലുമൊക്കെ പോയി നിങ്ങൾ റെഡി ആവാൻ നോക്കുക. അത്രയും പറയാം. എന്തായാലും ഇനി നിങ്ങൾക്കുള്ള ചാൻസ് ആണ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. ഫോർ ബോത്ത് പേരൻസ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്. എനി ക്വസ്റ്റ്യൻസ്? ഒരു മൈക്ക് ഒന്ന് പാസ് ചെയ്യാമോ? നേരത്തെ മാഡം പറഞ്ഞു ഒരു കുട്ടി ഒരു സിഗരറ്റ് കുട്ടീൻ്റെ ഫ്രണ്ട് ഒരു സിഗരറ്റ് വലിക്കാൻ പറഞ്ഞാൽ അത് വന്ന് മാതാവിനോട് പറയുമ്പോൾ നമ്മൾ മുഖം ചുളിക്കരുതെന്ന്. അപ്പോൾ മുഖം ചുളിക്കണ്ട, പക്ഷേ അതിൽ അല്പം ചുളിച്ചിട്ടില്ലെങ്കിൽ ഇതത്ര ഗൗരവമുള്ള സംഗതി അല്ല എന്നുള്ളൊരു ബോധ്യം കുട്ടിയുടെ മനസ്സിൽ വരില്ലേ? അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ലേ? അല്ല, അതെന്താന്ന് വെച്ചാൽ ഈ മുഖം എങ്ങനെ വെക്കണം എന്നുള്ളത് ആദ്യം നിങ്ങൾ നല്ലപോലെ പഠിക്കണം. അതിനാണ് പാരൻറ്റിങ് ക്ലാസ്സിനൊക്കെ നമ്മൾ പോകുന്നത്. നമ്മളത് ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ നിങ്ങൾ പറഞ്ഞത് വളരെ ശരി, അപ്രൂവ്ഡ് ആയിട്ട് അവരെടുത്താലോ എന്നുള്ളതാണ്. ഓക്കെ, ബ്ലണ്ട് എന്ന് പറയുന്ന ഒരു എഫക്റ്റ്, നിർവികാരത എന്നാണ് അതിന് പറയുക. ബ്ലണ്ടിൽ നമുക്ക് ഫേസിൽ ഒരു എഫക്റ്റും വായിക്കാൻ പറ്റില്ല. നമ്മൾ പറയാം ചത്ത എഫക്റ്റ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു സാധനമാണ്. കുട്ടിക്ക് മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഉപ്പയ്ക്ക് പറ്റിയുണ്ടോ പറ്റിയില്ലേ, എന്താണ് ഒരു റിയാക്ഷൻ, അങ്ങനെ ഒരു എഫക്റ്റാണ്. ഇതൊക്കെ പാരൻറ്റിങ്ങിൻ്റെ ക്ലാസ്സിന് വന്നാൽ നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യുക നിങ്ങളെ. കുട്ടികളെ അഡോളസൻസ് ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ. അപ്പോൾ ഒരിക്കലും നമ്മളതൊരു ലാഘവമില്ല, അത് സിഗരറ്റ് വലിക്കാൻ നന്നാ അവൻ, അങ്ങനെയല്ല നമ്മൾ നിൽക്കുന്നത്. ആ ഫേഷ്യൽ എഫക്റ്റുകൾ നമ്മൾ ഓരോ നാട്യശാസ്ത്രത്തിലൊക്കെ പറയില്ല, അതേപോലെ ഫേഷ്യൽ എഫക്റ്റുകളുണ്ട്. ആ എഫക്റ്റ് വെച്ച് നിന്നെങ്കിലാണ് കറക്റ്റ് നിങ്ങൾക്ക് ഞാൻ പറയുന്ന സൊല്യൂഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ അപ്രൂവ്ഡ് ആയിട്ടെടുത്ത് വഴിതെറ്റി പോകാനൊക്കെയുള്ള സാധ്യത ഉണ്ട്. Any more question? ഞാൻ +2 കഴിഞ്ഞിട്ട് ഒരാളാണ്. ഞാൻ അങ്ങനെ പല കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ഈ സൈക്കോളജിസ്റ്റിനെ കുറിച്ചുകൂടെ അന്വേഷിച്ചതിന്. അപ്പോൾ പലരും പറയണത് സൈക്കോളജിസ്റ്റ് ഇന്ത്യയിൽ വളരെ സ്കോപ്പ് കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഓരോരുത്തരിങ്ങനെ അവരുടെയുള്ള കഥകളൊക്കെ കേൾക്കുമ്പോൾ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഡൗൺ ആവും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സ്കോപ്പ് കുറവ് എന്നുള്ള കാര്യത്തിൽ നമ്മളിപ്പോൾ പറയല്ലോ, നമ്മളിപ്പോൾ ഏത് ഫീൽഡ് എടുത്തിട്ടുണ്ടെങ്കിലും നമ്മളതിൽ
വർക്ക് ചെയ്യാന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. ഇപ്പം സ്കോപ്പ് കുറഞ്ഞ ഏരിയാസിലാണെങ്കിലും നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, നമ്മൾ എത്രത്തോളം ആ ഒരു ഫീൽഡിൽ സ്കോപ്പ് ഉണ്ടാക്കി എടുക്കുന്നു എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടെ അതിൽ വരും. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു ആ ഒരു ഫീൽഡിൽ ഇരുന്നിട്ട്. ഇപ്പം എല്ലാവരും പറയുന്നതിനനുസരിച്ച് ജഡ്ജ്മെൻറ്റിൽ ഓക്കെ ഫൈൻ സ്കോപ്പ് കുറഞ്ഞിട്ടുള്ള ഏരിയ ആണെന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും ആ റൂട്ടിൽ തന്നെയാണ് പോകുന്നത്. സോ വാട്ട് വി ക്യാൻ ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ വരുന്നുണ്ട്. പിന്നെ ആസ് എ സൈക്കോളജിസ്റ്റ് ഇപ്പം പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്. കുറേ നമ്മളെ തന്നെ പറയുക വേസ്റ്റ് ബിൻ കാറ്റഗറി എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുക. ബിക്കോസ് എല്ലാവരുടെ ഇമോഷൻസും കാര്യങ്ങളും എക്സ്പീരിയൻസസും അവർ നമ്മളുടെ അടുത്തേക്കാണ് വന്നിട്ട് പറയുന്നത്. സോ നമ്മളും ഹ്യൂമൻസ് തന്നെയാണ്. നമുക്കും ഇത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൃത്തിക്ക് എഫക്റ്റും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ട്രെയിൻഡാണ്. നമുക്കറിയാം നമ്മളെങ്ങനെ നമ്മളുടെ ഇമോഷൻസിനെ കാര്യങ്ങളെ കറക്റ്റ് ഏതൊക്കെ ഇൻഫർമേഷൻസ് നമ്മളെ തലേൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കണ്ട. ഇപ്പം നമ്മൾ ക്ലിനിക്ക് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് അന്ന് ഒരു ഡേയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് 6 പേഷ്യൻസിനെയൊക്കെ കാണും. ഓരോരുത്തർക്ക് 1 അവറിൻ്റെ അറൗണ്ടാണ് കൊടുക്കുക നമ്മൾ. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് നമ്മൾ ക്ലിനിക്ക് വിടുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് എടുത്തിട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ചെയ്യില്ല. നമ്മൾ അവിടെ ഇട്ടിട്ട് ലേറ്റർ വരുന്ന സമയത്ത് മാത്രമാണ് അതിൽ ഫെർദർ വർക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം. സോ കൂടുതലായിട്ട് നമ്മളതിൽ ലെഷർ എടുക്കണം. എന്തായാലും നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കിയിട്ട് ചെയ്യാമെന്ന് പറയുന്നതിൽ കൂടെ നമ്മൾ ഇടയ്ക്ക് ട്രിപ്പ് പോവുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ നമ്മൾ തന്നെ സെൽഫ് ടൈം എടുത്ത് നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ കൂടെ നമ്മളുടെ ഇമോഷൻസ് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്തായാലും ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം, ഞാൻ എങ്ങനെ സൈക്കോളജിസ്റ്റായി എന്നുള്ളത്. അപ്പം ആദ്യം ഇത് പഠിക്കാൻ സൈക്കോളജി ചൂസ് ചെയ്യുന്നതിന് മുന്നേ MBBS തന്നെ പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അതായത് നമ്മൾ പറയുമല്ലോ നഴ്സുമാരും മാലാഖമാരും ഡോക്ടർമാർ ദൈവത്തിൻ്റെ കൈകളുമാണ്. അങ്ങനെ തന്നെയാണ് കേട്ടോ, അത് സത്യമായിട്ടും. ചില കേസുകളിലൊക്കെ അങ്ങോട്ട് പോയ ജീവനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആവണമെന്ന് ആഗ്രഹിച്ച് വെള്ള ഏപ്രോൺ കോട്ടൊക്കെ വാങ്ങി വെച്ചൊരു വ്യക്തിയാണ് ഞാൻ. പിന്നീട് ഞാൻ റഹ്മാനിയ സ്കൂളിലാണ് പഠിച്ചത്. അവിടുന്ന് പിന്നെ ബാംഗ്ലൂർ നിംഹാൻസിൽ പോവുകയുണ്ടായി. ഒരു ഫാമിലി റിലേറ്റീവിന് അവിടെ ഒരു സൈക്കോളജിക്കൽ കണ്ടീഷൻ ഉണ്ടായി. അങ്ങനെയാണ് അവിടുന്ന് ഈ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവരൊക്കെ ഈ ഡോക്ടർമാരെ പോലൊക്കെ തന്നെ ഓരോ ക്യാബിനിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, എല്ലാവരും പേഷ്യൻസിന് എല്ലാവർക്കും നല്ല റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ, ഇവർക്കും ഇവിടെ 1.5 ലക്ഷം രൂപ 2 ലക്ഷമൊക്കെ ശമ്പളം ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ ഇത്രയും. അപ്പം ഇത് ഏതാണ് ഒരു മേഖല എന്നൊക്കെ ഞാനിങ്ങനെ കണ്ടുപിടിക്കും, അതിനെപ്പറ്റി അറിയുമൊക്കെ. അപ്പോൾ മാസം നമ്മൾ ശമ്പളം മേടിക്കുന്നതിൻ്റെ കൂടെ ഒരുപാട് ആൾക്കാരുടെ പ്രയേഴ്സും, ചില ആൾക്കാരൊക്കെ ഓരോ കഷ്ടതയിലൂടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നമ്മളോട് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, മാഡത്തിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ കുടുങ്ങിപ്പോയനെ, അല്ലെങ്കിൽ എൻ്റെ മക്കളെ മാമിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ എനിക്ക് തോന്നിയ ഒരു നിമിഷം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനമുള്ള ആ ഒരു ത്രില്ലുണ്ടല്ലോ സൈക്കോളജിസ്റ്റിന് കിട്ടുന്നത്, അത് വേറെ ഒരു പ്രൊഫഷനും കിട്ടൂല ആ സാധനം. പിന്നെ ഞാൻ ആദ്യമായിട്ട് ആ ഒരു കാര്യം പഠിക്കാൻ പോയ സമയത്ത് കുറേ ആൾക്കാർ പറഞ്ഞു സൈക്കോളജി മുസ്ലിംസ് പഠിക്കാൻ പാടില്ല, ജൂതന്മാർ, സിഗ്മണ്ട് ഫ്രോയിഡ് ജൂതനാണ്, ജൂതൻ കൊണ്ടുവന്നൊരു മേഖലയാണ്, അതിന് അങ്ങനെ പഠിക്കാൻ പോകാൻ പാടില്ല. ഞാൻ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ആൾക്കാർ പറഞ്ഞു ഗർഭിണികൾ കൗൺസിലിംഗ് ചെയ്യാൻ പാടില്ല. പല അങ്ങനത്തെ കുറേ ആൾക്കാരും കൗൺസിലിംഗ് ചെയ്താലേ സൈക്കാട്രിസ്റ്റായ നമുക്ക് ഭ്രാന്തായി പോകും, അങ്ങനത്തെ പല സാധനങ്ങളും. അല്ലെങ്കിൽ ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മുഖം നോക്കിയൊന്ന് പറയും എന്താണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് സൈക്കോളജിസ്റ്റുമാർ സഹിക്കണ കാര്യമാണ്. ഇത് ആൾക്കാർക്ക് ഇതിനെപ്പറ്റി വിവരമില്ല. അങ്ങനെ ഒരു സംഗതിയുമില്ല. നമ്മൾ അതിൻ്റെതായ രീതിയിൽ അനഘ മാം പറഞ്ഞ പോലെ നമ്മളുടെ ലെഷർ ആക്ടിവിറ്റി, നമ്മൾ 20 പേരുണ്ട് സൈക്കോളജിസ്റ്റുകൾ മൊത്തം, നമ്മുടെ എല്ലാ മൊത്തം ക്ലിനിക്സിലും നമ്മൾ 10 to 5 സൈക്കോളജിസ്റ്റുകളാണ് ആ ക്യാബിനിൽ. ആ സ്വഭാവവും ആ സാധനവും വീട്ടിൽ നമ്മൾ എടുക്കാറില്ല. 5 മണിക്ക് കഴിഞ്ഞ് ബെല്ലടിച്ചു എന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും വേറെ വ്യക്തികളെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പും പുറത്തുപോക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നമ്മുടെ ഈ കരിക്കുലത്തിൽ തന്നെ നമ്മൾ എങ്ങനെ നമ്മുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യാം. പേഷ്യൻ്റ് ഇപ്പം നമ്മളടുത്ത് സങ്കടം പറയുമ്പോൾ നമ്മൾ കരയാൻ പാടില്ല സൈക്കോളജിസ്റ്റുമാർ. അപ്പോൾ അതിനുള്ള ഒരു കപ്പാസിറ്റി ആയി ഒരു സ്ട്രോങ്ങർ പേഴ്സൺ ആയിട്ട് നമ്മളെങ്ങനെ മാറാമെന്നുള്ളൊരു ട്രെയിനിങ് കൂടെ സൈക്കോളജിയിൽ ഉണ്ടാവും. പിന്നെ മറ്റ് മേഖലയിൽ തന്നെ എല്ലാവരും ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന സൈക്കോളജിസ്റ്റുമാരും ഉണ്ട്. അതിനെക്കൊണ്ട് ഒരിക്കലും അതിന് സ്കോപ്പില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല.